ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി സ്തോത്രം. മർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 6-ാം അധ്യായം 31-ാമത്തെ വാക്യവും 46-ാമത്തെ വാക്യവും വായിച്ചു കേൾക്കാം. ആമേൻ. മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യവും 46-ാമത്തെ വാക്യവും മൈക്കിൽ വായിക്കുന്നതായിരിക്കും. வனாந்தரமான ஓரிடத்தில் தனித்து சற்றே இளைப்பாறும்படி போவோம் வாருங்கள் என்றார். ஏனெனில் வருகிறவர்களும் போகிறவர்களும் அநேகராயிருந்தபடியினால் போஜனம் பண்ணுகிறதற்கும் அவர்களுக்கு சமயம் இல்லாதிருந்தது. அவர் ஜனங்களை அனுப்பிவிட்ட பின்பு ஜெபம் பண்ணும்படி ஒரு மலையின் மேல் ஏறினார். ആമേൻ. നമ്മുടെ കരവ ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടി ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കുമ്പോൾ 5ാമത് പഠിക്കാനുള്ളത്, എത്ര ക്ഷീണമുണ്ടെങ്കിലും കർത്താവ് പ്രാർത്ഥിക്കുമായിരുന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. വരുന്നവരും പോകുന്നവരും അനവധി ആയതുകൊണ്ട് സ്തോത്രം, അതായത് ലക്ഷക്കണക്കിന് പേരാ യേശുവിൽ നിന്ന് സൗഖ്യം പ്രാപിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനൊക്കെ ഇങ്ങനെ യേശുവിനെ അനുഗമിച്ചു കൊണ്ടിരുന്നത്. അപ്പൊ ഇവർക്ക് ഭക്ഷണം കഴിക്കാൻ പോലും സമയമില്ലാതെയായി യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷാകാലത്ത്. അപ്പൊ യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങള് ജനമുള്ള സ്ഥലത്ത് നിന്ന് അല്പം വേറിട്ട് പോയി ആശ്വസിക്കും, ഒരു അല്പം റെസ്റ്റ് എടുക്കാനായിട്ട് യേശു കർത്താവ് പറയുക. കാരണം ഈ ശിഷ്യന്മാർക്കെല്ലാം തിരക്കാണ്, ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ യേശു പറഞ്ഞു, നിങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അല്പസമയം മാറിപ്പോയി വിശ്രമിക്കാനായി പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് കർത്താവ് വിശ്രമിച്ചില്ല, കർത്താവ് മാറിപ്പോയി പ്രാർത്ഥിച്ചു. കരമേർത്തെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. എത്ര ക്ഷീണമുണ്ടെങ്കിലും എത്ര തളർച്ചയുണ്ടെങ്കിലും യേശുവിന്റെ പ്രാർത്ഥനാ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ക്ഷീണത്തിൻ മധ്യത്തിലും യേശു പ്രാർത്ഥിക്കുമായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയരെ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ ക്ഷീണങ്ങൾ ഉണ്ടാകാം, ശാരീരികമായ ക്ഷീണങ്ങൾ ഉണ്ടാകാം, കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളാൽ നമുക്ക് ക്ഷീണങ്ങൾ ഉണ്ടാകാം. അതിന് നടുവിലും മടുത്തു പോകാതെ പ്രാർത്ഥിക്കാമെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണുവാനായി സാധിക്കും. സ്തോത്രം. ബൈബിള് പഠിക്കുമ്പോൾ ഹന്നയെ കുറിച്ച് നമ്മൾ ഇതുപോലെ വായിക്കുന്നുണ്ട്. ആമേൻ. ഹന്ന വളരെയധികം ക്ഷീണിച്ചു പോയിരുന്നു. സ്തോത്രം. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ അതുണ്ട്. പ്രിയപ്പെട്ടവരെ, എൽക്കാനയും ഏലിയും പെനീനയും ഒക്കെ പറഞ്ഞ വാക്കുകളാൽ ആമേൻ ഹന്നയ്ക്ക് തലമുറയില്ലാത്ത ഇരുന്നത് കൊണ്ട് വളരെയധികം ഹന്ന ക്ഷീണിച്ച് പോയിരുന്നു. സ്തോത്രം. ആമേൻ. ഇവരൊക്കെ കുത്തുവാക്ക് പറയുമ്പോഴും വിശുദ്ധ ബൈബിൾ പറയുന്നത്, ഹന്ന യഹോവയുടെ ആലയത്തിൽ പോയി ഹൃദയം നുറങ്ങി പ്രാർത്ഥിച്ചു എന്നാണ് വ്യക്തമായി ശമൂവേലിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നത്. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അത് 1 ശമൂവേൽ അതിന്റെ 1-ാം അധ്യായം 6-7 വാക്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അറിയാവുന്ന ചരിത്രമായതുകൊണ്ട് സമയം കളയാതിരിക്കേണ്ടതിന് ഞാനത് വായിപ്പിക്കുന്നില്ല. കരമേർത്തി ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ ഹന്ന അടിക്കടി യഹോവയുടെ ആലയത്തിൽ ചെന്ന് നേർച്ച കാഴ്ചകൾ കഴിക്കുന്നവൾ ആയിരുന്നിട്ട് കൂടിയും അവളുടെ ജീവിതത്തിൽ ചില വ്യസനങ്ങൾ, ചില ക്ഷീണങ്ങൾ, ചില ഭാരങ്ങൾ കടന്നു വന്നു. ഈ ഭാരം കടന്നു വന്നിട്ടും ഹന്ന പ്രാർത്ഥന മുടക്കിയില്ല. അതുകൊണ്ട് അവളുടെ മുഖം വാടാതെ വണ്ണം ദൈവ ശമൂവേൽ എന്ന് മറുപടി കൊടുത്തു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയും. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് വീണ്ടും പറയുക, നമ്മൾ ദൈവമക്കളായാലും ദൈവദാസന്മാരായാലും ആമേൻ, എത്ര നമ്മൾ ആരാധിച്ചാലും പ്രാർത്ഥിച്ചാലും ഈ ഭൂമിയിൽ നാം ജീവിക്കുന്ന കാലം മരണം വരെ ഒരു പ്രശ്നം അല്ലെങ്കിൽ മറ്റൊരു പ്രശ്നം നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അവിടെ നമ്മൾ പ്രാർത്ഥനയിൽ ക്ഷീണിക്കരുത്. അതാണ് ഹന്ന തരുന്ന മെസ്സേജ്. ക്ഷീണിക്കാതിരുന്നാൽ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ ദൈവം നമുക്ക് മറുപടി തരും. ഇതാണ് യേശു കർത്താവും കാണിക്കുന്നത്. ശിഷ്യന്മാർക്ക് ക്ഷീണമുണ്ടെങ്കിൽ തനിക്ക് എത്രയധികമുണ്ട്. കാരണം ശിഷ്യന്മാരെക്കാൾ അധികം ശുശ്രൂഷ ചെയ്യുന്ന യേശുവ. ആ ക്ഷീണത്തിന് നടുവിലും കർത്താവ് പ്രാർത്ഥിക്കുമായിരുന്നു. അതായിരുന്നു യേശുവിന്റെ ജയം. ചേർന്ന ദൈവത്തിന് മഹത്വം കൊടുക്കുക. അതുകൊണ്ട് ദൈവകുഞ്ഞുങ്ങളെ, നിങ്ങൾ സ്തോത്രം തളർന്നു പോകാതെ, ഞാൻ ഈ ഭാഗം നിങ്ങളോട് പറയുമ്പോൾ കർത്താവിന്റെ ദാസൻ വർഗീസ് അബ്രഹാം അവറുകളാണ് പണ്ടൊരു കൺവെൻഷനിൽ സംസാരിച്ചൊരു സാക്ഷ്യം എൻ്റെ ഓർമ്മയിൽ വരികയാണ്. സ്തോത്രം. ഒരു ദൈവദാസൻ, സ്തോത്രം, ദൈവം ഒരു ദർശനം കൊടുത്തിട്ട് ഒരു കോളനിയുടെ അടുക്കൽ, ഒരു കോളനി, ഒത്തിരി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഇടത്ത് വന്ന് സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ടു. ഇവരൊരു ഓല ഷെഡ് പോലെ എന്തോ ഒന്ന് ചായച്ചു കെട്ടി ഒരു ആരാധന തുടങ്ങി. അപ്പൊ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു. അത് നിറഞ്ഞപ്പോ സ്തോത്രം, ഇവരെല്ലാം കൂടി ചേർന്ന്
ഒരല്പം പൈസ കളക്ട് ചെയ്ത് ഇവരുടെ തന്നെ സ്തോത്ര കാഴ്ചയും ദശാംശമൊക്കെ അതുങ്ങൾ ഒരുമിച്ച് കൊടുത്ത് ഒരല്പ ലാൻഡ് മേടിച്ചു. എന്നിട്ട് സ്തോത്രം അവിടെ ഒരു അത്യാവശ്യം നല്ലൊരു ചർച്ച് ഹാള് അതുങ്ങൾ പണിതെടുത്തു, ആരാധന തുടങ്ങി. എന്നാൽ ഇവർ ആരാധന തുടങ്ങിയ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ ചർച്ചിനോട് ചേർന്ന് ബാക്കി കിടക്കുന്ന പ്രദേശങ്ങൾ, അത് ഈ കണ്ടം പ്രദേശമാണ്, ഈ വയൽ പ്രദേശമാണ്, പാടങ്ങളൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രദേശമാണ്. അപ്പൊ ഈ ബിനാമി ഭൂ ഇടപാടുകാർ വന്നിട്ട് ബിനാമി പണം കൊണ്ട് സ്തോത്രം ഈ കണ്ടം പ്രദേശം മുഴുവൻ അവര് വിലക്ക് മേടിക്കുകയും അതിനുശേഷം അവര് അത് അധികാരികൾക്ക് കൈക്കൂലി കൊടുത്തൊക്കെയാണെന്ന് തോന്നുന്നു. അങ്ങനെ ചെയ്ത് അവർ ആ കണ്ടം പ്രദേശം മൊത്തം നികത്തിയെടുത്തു, വയൽ നികത്തിയിട്ട് അവിടെ ഒരു ബാറ് പണിതു. സ്തോത്രം. അപ്പൊ ശ്രദ്ധിക്കണേ, ഇവിടെ ചർച്ചും ആരാധനയും ശേഷമുള്ള മതിലിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലം മൊത്തം ബാറുകാരെ മേടിച്ച് അവിടെ ബാറ് വന്നു, കുടിയായി, ബഹളമായി. അപ്പൊ ഈ ബാർ ഇവിടെ വന്നതോടുകൂടി ഈ ദൈവസഭയ്ക്കകത്ത് ആരാധിക്കാൻ എന്താ പറയുക, ഭാര്യയും കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ പ്രിയപ്പെട്ടവര് വരുമ്പോ ഇവരെ നോക്കി കമന്റ് അടിക്കും. കുടിക്കാൻ വരുന്നവരെ കുടിച്ച് ലെക്ക് കെട്ടിട്ട് ഈ സഹോദരിമാരെ രൂക്ഷമായി നോക്കുകയും ഈ പിള്ളേരെ നോക്കി, പ്രിയപ്പെട്ടവരെ നോക്കി കെട്ട വാർത്ത പറയുകയും പിറുപിറുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇത് ആരാധനയ്ക്ക് വലിയ അസ്വസ്ഥതകളായി മാറി. പല പ്രിയപ്പെട്ടവർക്കും കുടുംബമായി അവിടെ വരുവാൻ കഷ്ടമായി മാറി. അങ്ങനെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് പലരും ആ സഭ വിട്ട് മാറാൻ തുടങ്ങി. ഇത് ഈ കർത്തൃദാസനെ വളരെ വേദനിപ്പിച്ചു. ഒരു ഞായറാഴ്ച ആരാധന കഴിഞ്ഞ് നോക്കുമ്പോൾ പകുതിയിലധികം പേരും ചർച്ച വിട്ട് പോയി എന്ന് മനസ്സിലാക്കിയ ദൈവദാസ ഹൃദയം നുറുങ്ങി. അന്ന് ഉച്ച കഴിഞ്ഞ സമയം ചർച്ച് ഹാളിനകത്തിരുന്ന് കതകെല്ലാം അടച്ചു മുട്ടുകുത്തി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങ് എന്നോട് പറ, എന്റെ ബുദ്ധി കൊണ്ടാണോ ഞാൻ ഇവിടെ വന്ന് ഈ വേല ആരംഭിച്ചത്? ഞാൻ എൻ്റെ സ്വന്തം ബുദ്ധിയിൽ തുടങ്ങിയതാണെങ്കിൽ ഇന്നുകൊണ്ട് നിർത്തി ഞാൻ പൊക്കോളാം തിരിച്ച്. മറിച്ച് കർത്താവെ, അവിടുന്ന് പറഞ്ഞിട്ട് അവിടുത്തെ നിയോഗത്താലാണ് ഞാൻ ഇവിടെ കാല് വെച്ചതെങ്കിൽ എനിക്കിതിനൊരു മറുപടി തരണം. കോടിക്കണക്കിന് രൂപ മുടക്കി പണിതെടുത്ത കോടീശ്വരന്മാരായ അവരോട് എതിർക്കുവാനുള്ള ഒരു കഴിവും ഏഴയാകുന്ന എനിക്കില്ല. ഒരു വാക്കുപോലും അവരോട് പറയാൻ ഞാൻ ശക്തിയുള്ളവനല്ല. കർത്താവെ, അങ്ങാണ് സർവശക്തൻ, അവിടുന്ന് ഇതിന് നടുവിൽ ഇറങ്ങി വരയണമെന്ന് പറഞ്ഞ് ഹൃദയം നുറുങ്ങി ആ കർത്തൃദാസൻ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുവാനിട വന്നു. കുറെ മണിക്കൂറുകൾ അദ്ദേഹം കരഞ്ഞു. അവസാനം ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി അദ്ദേഹത്തിന്റെ മേൽ വ്യാപരിച്ചു. അദ്ദേഹത്തിന് ഒരു നിയോഗമുണ്ടായി. ദൈവാത്മാവ് പറഞ്ഞു, ബാറിന് മേൽ കൈ നീട്ടി പ്രാർത്ഥിക്ക്. കരമേർത്തെ ഹല്ലേലൂയ പറയും. ആ കർത്തൃദാസ് ആ ബാറിന് നേരെ സ്തോത്രം കരങ്ങളെ നീട്ടി ആത്മനിയോഗത്താൽ പ്രാർത്ഥിച്ചു. ശേഷം അദ്ദേഹം ചർച്ചടച്ച് തിരിച്ച് തന്റെ ഭവനത്തിൽ വിശ്രമിക്കാൻ പോയി. അന്ന് അർദ്ധരാത്രിയിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു ഫോൺ കോൾ വന്നു. പാസ്റ്റർ, നിങ്ങളുടെ ചർച്ചിന്റെ ഭാഗങ്ങൾ അഗ്നിബാധ ഉണ്ടായിരിക്കുന്നു, എത്രയും പെട്ടെന്ന് ഇവിടെ വരിക. പാസ്റ്റർ പേടിച്ചു പോയി. ദൈവമേ, ചർച്ച് കത്തിപ്പോയോ എന്നോർത്ത് അദ്ദേഹം ഭയന്ന് ഓടി ചർച്ചിന്റെ ഭാഗത്ത് വന്നപ്പോൾ കണ്ടത് ചർച്ചല്ല, ചർച്ചിനോട് ചേർന്നിരിക്കുന്ന ബാറിൽ അഗ്നിബാധ ഉണ്ടായിരിക്കുന്നു. സ്തോത്രം. ആ ബാധ തീ പിടിച്ച് കത്തുക. നിങ്ങൾക്കറിയാലോ, മദ്യക്കുപ്പി സ്പിരിറ്റാണ്. അതിൽ സ്തോത്രം, അത് എന്താ പറയാ, ഈ തീ പാറിക്കഴിഞ്ഞാൽ അത് പടർന്നു പിടിക്കും. കത്തി പടരുവാൻ ഇടവരും. ഈ കർത്തൃദാസൻ നോക്കി നിൽക്കുമ്പോൾ ബാർ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ബങ്കർ മദ്യത്തിന് അഗ്നി പിടിച്ചിട്ട്, തീ പിടിച്ചിട്ട്, സ്തോത്രം, അത് ബോംബ് വെടിക്കുന്നത് പോലെ വെടിച്ച് ഈ കർത്തൃദാസൻ നോക്കി നിൽക്കുന്ന സമയം ചർച്ചിരിക്കുന്ന ഭാഗത്തേക്ക് അഗ്നി നാളങ്ങൾ ആഞ്ഞെടുക്കുമ്പോൾ ഈ ദൈവദാസൻ നിസ്സഹാനായി നിന്ന് കരങ്ങളെ ഉയർത്തി യേശുവേ എന്ന് പറഞ്ഞൊരു വിളി വിളിക്കുമ്പോൾ എതിർ ദിശയിൽ നിന്നൊരു കാറ്റടിക്കുകയും ഈ ചർച്ചിന്റെ ഭാഗത്തേക്ക് ആളിയെടുത്ത അഗ്നി ആ കാറ്റിന്റെ ശക്തിയാൽ തിരിച്ചു ബാറിലേക്ക് തന്നെ പോവുകയും ചുരുക്കി പറയട്ടെ, അന്ന് രാത്രി ആ ബാർ കത്തി നാമാവശേഷമായി പോയി. ഹല്ലേലൂയ. പിറ്റേന്ന് അതിരാവിലെ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലുള്ളവര് ഇതിന്റെ അന്വേഷണങ്ങൾക്ക് വന്നപ്പോ ഈ ബാറിന്റെ ലൈസൻസ് രേഖകൾ യഥാർത്ഥമല്ലെന്നും ഇത് കള്ളത്തരത്തിൽ ചെയ്തെടുത്തതാണെന്നും അധികാരികൾക്ക് ബോധ്യമായപ്പോൾ ഇനി ഒരിക്കലും തുറക്കാതെ വണ്ണം എന്നേക്കുമായി നിയമം കൊണ്ട് ആ ബാർ അടച്ചുപൂട്ടി സീൽ ചെയ്തു. ഇവിടെ വീണ്ടും ആരാധന ഉയർന്നു. ഞാൻ പറയുന്നത്, ക്ഷീണിച്ചു പോകാതെ നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് വേണ്ടി ഇറങ്ങുന്ന ഒരു കരം ഇന്ന് രാത്രിയിലുമുണ്ട്. പ്രത്യാശയുള്ളവർ കരം അടിച്ചു ദൈവത്തിന്. ഹല്ലേലൂയ. കേസിനോ വഴക്കിനോ നീ പോകണ്ട, മുഴങ്കാൽ മടക്ക്, ദൈവം ഇറങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ.
സ്തോത്രം. അതാണ് വിശുദ്ധ ബൈബിൾ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നത്. സ്തോത്രം. എത്ര ക്ഷീണത്തിന്റെ നടുവിലും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനാ ജീവിതത്തിലുള്ള മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 19-ാമത് വാക്യത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നു. ഒന്ന് വായിച്ചേ. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 19-ാമത് വാക്യം. அப்பொழுது அவர் ஜனங்களை புல்லின் மேல் பந்தியிருக்க கட்டளையிட்டு அந்த 5 அப்பங்களையும் அந்த 2 மீன்களையும் எடுத்து வானத்தை அண்ணாந்து பார்த்து ஆசீர்வதித்து அப்பங்களை பிட்டு சீஷரிடத்தில் கொடுத்தார். சீஷர்கள் ஜனங்களுக்கு கொடுத்தார்கள். ഓക്കെ. യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനാ ജീവിതത്തിലെ 5 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. അതികാലയിൽ യേശു പ്രാർത്ഥിക്കുമായിരുന്നു, മുഴുരാത്രി യേശു പ്രാർത്ഥിക്കുമായിരുന്നു, രഹസ്യത്തിൽ യേശു പ്രാർത്ഥിക്കുമായിരുന്നു, ഒരു കാര്യം തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് കർത്താവ് പ്രാർത്ഥിച്ചു മാതൃക കാണിച്ചു. 5 സ്തോത്രം ക്ഷീണിച്ചിരിക്കുമ്പോൾ യേശു പ്രാർത്ഥിക്കുമായിരുന്നു. 6-ാമത്തേത് അപ്പം കഴിക്കുന്നതിന് മുമ്പ് സ്തോത്രത്തോടെ പ്രാർത്ഥിക്കും. കരങ്ങൾ ഉയർത്തിയ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഒന്നുകൂടെ ആ ഭാഗം ഒന്ന് വായിച്ചേ. സ്തോത്രം. அப்பொழுது அவர் ஜனங்களை புல்லின் மேல் பந்திருக்க கட்டளையிட்டு அந்த 5 அப்பங்களையும் அந்த 2 மீன்களையும் எடுத்து வானத்தை அண்ணாந்து பார்த்து ஆசீர்வதித்து அப்பங்களை பிட்டு ശിഷ്യർക്ക് കൊടുത്താർ. അപ്പൊ യേശുവിന്റെ പ്രാർത്ഥനാ ജീവിതത്തിന്റെ അടുത്ത പ്രത്യേകത, 5 അപ്പവും 2 മീനും ബാലൻ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ കർത്താവ് ഉടനെ അതെടുത്ത് നുറുക്കി ശിഷ്യന്മാരുടെ കയ്യിൽ നിന്ന് വിളമ്പി കൊടുത്തു എന്ന് പറയല്ല, പിതാവിനെ വാഴ്ത്തി കരമേർത്തി ഹല്ലേലൂയ പറയാം. അപ്പോൾ ദൈവമക്കളെ, അപ്പം കഴിക്കുന്നതിന് മുമ്പോ കൊടുക്കുന്നതിന് മുമ്പോ യേശുവിന്റെ ഒരു പ്രത്യേകത, ദൈവത്തിന് നന്ദി പറയുമായിരുന്നു. സ്തോത്രം. അപ്പോൾ കഴിക്കുന്നതിന് മുമ്പ് കർത്താവ് പ്രാർത്ഥിക്കും. ഇനി ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചുകൊള്ളൂ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ. അവർ പാത്രത്തെ എടുത്ത് സ്തോത്രം பண்ணி நீங்கள் இதை வாங்கி உங்களுக்குள்ளே பங்கிட்டுக் கொள்ளுங்கள். മതി. സ്തോത്രം. പാത്രത്തെ എടുത്ത് സ്തോത്രം ചെയ്യും. അപ്പൊ അപ്പം കഴിക്കുമ്പോൾ മാത്രമല്ല, പാനപാത്രം കുടിക്കുന്നതിന് മുമ്പും കർത്താവ് സ്തോത്രം ചെയ്യും. അപ്പൊ കഴിക്കുന്നതിന് മുമ്പും കുടിക്കുന്നതിന് മുമ്പും സ്തോത്രം. ഞാൻ പലയിടങ്ങളിൽ കാണാറുണ്ട്, ഇങ്ങനെ ഒത്തിരി ഇടത്ത് യാത്ര ചെയ്യുന്നുണ്ട്. ആഹാരം കഴിക്കുന്നതിന് മുമ്പ് ഒരു ഫോർമാലിറ്റിക്ക് ഒരു വാക്ക് സ്തോത്രം ചെയ്യുന്ന പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിലും ചായ തരുമ്പോൾ അങ്ങനെ സ്തോത്രം പറയുന്നൊന്നും അധികം ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ യേശു കർത്താവിൻ്റെ പ്രത്യേകത, അപ്പം കഴിക്കുമ്പോഴാകട്ടെ കുടിക്കുമ്പോഴാകട്ടെ അതിനു മുമ്പ് കർത്താവ് സ്തോത്രം ചെയ്താണ് അത് ചെയ്തിരുന്നത്. ഇനി ഇത് ലേഖനങ്ങളിൽ ഒരു കട്ടളയായി ദൈവം നമുക്ക് പറയുന്നുണ്ട്, അല്ലെങ്കിൽ അതൊരു പ്രബോധനമായി എഴുതിയിട്ടുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 10-ാം അധ്യായം 31-ാമത് വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ നിരൂപം, സ്തോത്രം, അതിലൂടെ 10-ാം അധികാരം 31-ാമത് വചനം വായിച്ചുകൊള്ളൂ. ஆகையால் நீங்கள் புசித்தாலும் குடித்தாலும் எதை செய்தாலும் எல்லாவற்றையும் தேவனுடைய மகிமைக்கென்று செய்யுங்கள். നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യണം. ഹല്ലേലൂയ. അപ്പോൾ ഈ വാക്യങ്ങളിൽ നിന്ന് ക്ലിയർ ആണ് ദൈവമക്കളെ. യേശു കർത്താവ് അപ്പം എടുത്ത് വാഴ്ത്തി കൊടുക്കുന്നതിന് മുമ്പ് സ്തോത്രം ചെയ്യുന്നു, പാനപാത്രം കൊടുക്കുന്നതിന് മുമ്പ് സ്തോത്രം ചെയ്യുന്നു. നിരൂപങ്ങളിൽ ആമൻ പൗലോസിലൂടെ കർത്താവ് നമ്മളോട് കൽപ്പിക്കുന്നു, ആമൻ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിന് ആമൻ മഹിമയ്ക്കായി അത് ചെയ്യണം. അപ്പം ഞാൻ പറയട്ടെ, ഇത് നിങ്ങളെല്ലാം പഠിക്കേണ്ടതിനാണ്, 1-2 കാര്യം പറയേണ്ടതിനാണ് കേട്ടോ ഞാൻ ഈ ഭാഗം കൂടെ ഒന്ന് എടുപ്പിച്ചത്. സ്തോത്രം. കഴിക്കുന്നതും കുടിക്കുന്നതും കാര്യം എന്തിനാ പറയുന്നതെന്നൊക്കെ ചിലപ്പോൾ ചിലരൊക്കെ ചിന്തിച്ചേക്കാം. പക്ഷേ ഇത് ബൈബിളിൽ വ്യക്തമായി പറയുന്ന ഒരു കാര്യം, അതൊന്ന് പറഞ്ഞു തരേണ്ടതിനാ. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. ആമൻ നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ പോവുകയാണ്, ചിക്കൻ ബിരിയാണി കഴിക്കുക. അതുകൊണ്ട് ദൈവത്തിന് എന്നാ മഹത്വം ഉണ്ടാവുന്നത്? പ്രത്യേകിച്ച് മഹത്വം ഒന്നും ഉണ്ടാവുന്നില്ല. മഹത്വം ഉണ്ടാകണമെങ്കിൽ സ്തോത്രം പറയണം. അത് കഴിക്കുന്നതിന് മുമ്പ് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. കർത്താവേ, ആയിരങ്ങൾക്ക് ആഹാരമില്ലാതിരിക്കുമ്പോൾ അടിയങ്ങൾക്കത് തന്നതിന് ഇന്ന് പണ്ടൊക്കെയുള്ള പിതാക്കന്മാർ എന്തോരം കഷ്ടപ്പെട്ടല്ലേ ദൈവമക്കളെ. ആമേൻ. ഇന്ന് എനിക്കൊരു മകനുണ്ട്. സ്തോത്രം. ഞാൻ എൻ്റെ വൈഫിനെ പലപ്പോഴും നോക്കാറുണ്ട്. അവൾ സങ്കടപ്പെട്ടിരിക്കുന്ന കണ്ടാൽ എനിക്കറിയാം അവൻ കഴിക്കാത്തതുകൊണ്ടാണ്. സ്തോത്രം. അവൻ കഴിച്ചില്ലെങ്കിൽ അവൾക്ക് വിഷമമാണ്. ഇന്നുള്ള അമ്മമാരൊക്കെ പിള്ളേരുടെ പിറകെ കഴിക്കടാ 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 എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുക. എന്നാൽ പണ്ട് നേരെ തിരിച്ചായിരുന്നു. പിള്ളേർ അമ്മമാരുടെ പുറകെ വല്ലതും താ 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 എന്ന് പറഞ്ഞ് നടന്നൊരു കാലമുണ്ട്. സ്തോത്രം. അവൻ. അപ്പം നമ്മുടെ ഈ സ്ഥിതികളൊക്കെ മാറ്റിയത് കൊണ്ട് നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. കരമടിച്ച ഒന്നുകൂടെ ദൈവത്തിന് ഒന്ന് മഹത്വം കൊടുക്കാം. റിബല കിടക്ക് നല്ല ഉത്സാഹമായി കരങ്ങളെ തട്ടി ഹല്ലേലൂയ.
ആമേൻ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കഴിക്കുന്നതിനും കുടിക്കുന്നതിനും മുമ്പ് നിങ്ങൾ സ്തോത്രം ചെയ്യണം. ഇത് ഞാൻ എടുത്ത് നിങ്ങളോട് പറയാനുള്ള കാര്യം, അങ്ങനെ നമ്മൾ ചെയ്യാമെങ്കിൽ സ്തോത്രം, മരണകരമായത് കുടിച്ചാലും നിനക്ക് ദോഷം വരാതെ ദൈവം കാക്കും. അത് ബൈബിളിലെ വാക്യമാണ് കേട്ടോ. മർക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 16-ാം അധ്യായം അതിന്റെ 17-18 വചനങ്ങൾ വേഗം വായിച്ചുകൊള്ളൂ. മർക്കോസ് 16-ാം അധ്യായം അതിന്റെ 17-18 വാക്യങ്ങൾ. விசுவாசிக்குள்ள நடக்கும் அடையாளங்கள் யாவன, என் நாமத்தினாலே பிசாசுகளை துரத்துவார்கள், நவமான பாஷைகளை பேசுவார்கள், சர்ப்பங்களை எடுப்பார்கள், சாவுக்கு ஏதுவான யாதொன்றை குடித்தாலும் அது அவர்களை சேதப்படுத்தாது. சாவுக்கு ஏதுவான யாதொன்றை കുടിത്താലും അത് അവർക്ക് ഛേദം വരുത്താതെ. യാർക്ക്? ദേവനുടെ വാർത്തകളെ വിശ്വസിക്കുന്നവർക്ക്. കരമുയർത്തി ഹല്ലേലൂയ പറയാം. ഇത് വിശ്വസിക്കാതെ നമുക്ക് ചെയ്യാൻ കഴിയത്തില്ലല്ലോ. അപ്പോൾ ദൈവമക്കളെ, നിങ്ങൾ കഴിക്കുന്നതിനും കുടിക്കുന്നതിനും മുമ്പ് സ്തോത്രത്തോടെ ചെയ്യാമെങ്കിൽ കൈവശം കെട്ടിത്തന്നാലും നിന്റെ തലമുടി പോലും താഴെ വീഴത്തില്ല. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. ഞാൻ 2 അനുഭവങ്ങൾ പറയാം. ഒന്ന്, ഞങ്ങളിപ്പോൾ താമസിക്കുന്ന, അതായത് എൻ്റെ വൈഫിൻ്റെയൊക്കെ വീട് ഇവിടെ നെയ്യാറ്റിങ്കര ഭാഗത്താണ്. അപ്പോൾ സ്തോത്രം, അവിടെ എബനേസർ മിഷൻ എന്ന് പറയുന്ന ഒരു ചർച്ചുണ്ട്. ആ ചർച്ച് തുടങ്ങിയത് ഇസ്മായിൽ എന്ന് പറയുന്ന ഒരു ദൈവദാസനാണ്. അദ്ദേഹം ഇപ്പൊ വെള്ളറട, ചെമ്പൂര് ആ ഭാഗങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്യുന്നു. ഈ കർത്തൃദാസൻ ആദ്യകാലം അവിടെ ഊഴിയം തുടങ്ങിയ സമയം, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഇദ്ദേഹത്തിന് അവിടെ ശുശ്രൂഷ ചെയ്യാൻ സാധിക്കാതെ വണ്ണം ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് പട്ടിണി, പരിവട്ടം, കഷ്ടപ്പാടുകള്. അപ്പോൾ ആ അമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. അമ്മ പറഞ്ഞൊരു കാര്യം, സ്തോത്രം, എൻ്റെ പിള്ളേരൊക്കെ കുഞ്ഞായിരിക്കുമ്പോ 3-4 ദിവസം അതുങ്ങൾക്ക് ആഹാരം കൊടുക്കാൻ പറ്റാതിരുന്നിട്ടുണ്ട്. നിലവിളിക്കും, വെള്ളം തന്നെ തിളപ്പിച്ച് കൊടുക്കും, വേറെ ഒന്നുമില്ല. സ്തോത്രം. അങ്ങനെ ഞങ്ങള് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് ഇവിടെ ഒന്നുമില്ല എന്നുള്ളത് നാട്ടുകാരറിയാതിരിക്കാൻ വെറുതെ പുറത്ത് അടുപ്പ് പൂട്ടി കുറച്ച് വിറക് വെച്ചിട്ട് പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചിട്ടിരിക്കും. അങ്ങനെ ആ പുക, അങ്ങനെയെങ്കിലും വീട്ടിൽ പുകയുണ്ടെന്ന് നാട്ടുകാരെ കാണിക്കാൻ. വാസ്തവത്തിൽ 1 മണി അരി പോലും ഇല്ല. സ്തോത്രം. ഇങ്ങനെ 2-3 ദിവസം പട്ടിണി കിടക്കുന്ന ഒരു സമയം, സ്തോത്രം, ഞങ്ങൾ ഹൃദയം തുറന്ന് യേശുവിനോട് പ്രാർത്ഥിച്ചു, അപ്പാ, അടിയങ്ങൾക്കൊരു വഴി തുറക്കണം. ആ സമയമാണ് അവിടെ ചില സുവിശേഷ വിരോധികളായ സഹോദരങ്ങള്, സ്തോത്രം, ഈ പ്രാർത്ഥനകളെ അവിടെ നിന്ന് കെട്ടുപിടിക്കാനായി ഒരു മന്ത്രവാദിയുടെ അടുക്കൽ ചെന്നെന്ന്. അപ്പൊ അയാള് 5 രൂപ 10 രൂപയുടെ തുട്ടുകളൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു. സ്തോത്രം. അങ്ങനെ ഇത് മന്ത്രവാദം ചെയ്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് അവിടെ കൊണ്ടുവന്ന് ഇട്ടേരെ, കൈ കൊണ്ട് തൊടുമ്പോ അവര് കെട്ടി പൊക്കോളും എന്ന് പറഞ്ഞു. സ്തോത്രം. ആമൻ. ആ ദൈവദാസൻ പറയാം, നല്ല മന്ത്രവാദിയുടെ ആലോചനയ്ക്കായി സ്തോത്രം എന്ന്. കരമേർത്തി ഹല്ലേലൂയ. കാരണം അവര് അരി മേടിക്കാൻ കാശില്ലാണ്ടിരിക്കുക. അന്നത്തെ 5 രൂപ 10 രൂപ എന്നൊക്കെ പറഞ്ഞാൽ നല്ല വിലയുണ്ട്. 1 രൂപയ്ക്ക് മീൻ കിട്ടും ആ കാലഘട്ടങ്ങളിലൊക്കെ. അപ്പൊ ദൈവമക്കളെ, ഞാൻ ഈ പറഞ്ഞു വരുന്നത്, സ്തോത്രം, അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ ഇതുങ്ങള് മന്ത്രവാദം ചെയ്ത് കർത്തൃദാസനെ അവിടെ നിന്ന് പറപ്പിക്കാൻ അവൻ കൊണ്ടുവന്ന് ഓരോന്ന് ഈ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ച് വെളിയെ വരും. ആണ്ട കിടക്കുന്ന 10 രൂപ, 5 രൂപ, സ്തോത്രം, 2 രൂപയുടെ തൊട്ട്. പൊന്നു തമ്പുരാനെ, നീ എത്ര വലിയവനാന്ന് പറഞ്ഞ് അതുങ്ങൾ അതെടുത്ത് സ്തോത്രം പറഞ്ഞ് കൊണ്ടുവന്ന് അരിയും പച്ചക്കറിയും ഒക്കെ മേടിച്ചു കൊണ്ടുവന്ന് പിള്ളേർക്ക് കൊടുത്തു. ആമൻ. അത് ചെയ്തവരവിടെ നിന്ന് പോയതല്ലാതെ ഇന്നും ആ ദൈവസഭ അവിടെ വളരുക. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് പറഞ്ഞത്, മരണകരമായത് തൊട്ടാൽ പോലും നിനക്കൊരു ദോഷം വരത്തില്ല. ആമൻ. നീ സ്തോത്രത്തോടെ ജീവിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ, വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ. രണ്ടാമതൊരു അനുഭവം എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇതിങ്ങനെ എടുത്തു പറയാൻ കാര്യം, ദൈവമക്കളുടെ ഇടയിൽ ചിലർക്കൊക്കെ ഒരു പേടിയുണ്ട്. ചില പ്രിയപ്പെട്ടവരൊക്കെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് തരുമ്പോൾ ഇത് കൈവശം വല്ലതും കെട്ടിയൊക്കെയാണോ തരുന്നത്, അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളതുകൊണ്ട് കേട്ടോ. ആമൻ. അവള് വരുമ്പോഴേ പേടിയാ പാസ്റ്റർ. ഉണ്ണിയപ്പവും പഴവും പായസമൊക്കെ ആയിട്ട് വരുമ്പോൾ എനിക്ക് ഭയമാ, ഇതിൻ്റെ അകത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടാണോ വരുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നു, നീ ഒരു ദൈവ പൈതലാണെങ്കിൽ നിനക്കത് ബലിക്കില്ല. സ്തോത്രം. ബൈബിളിലെ വാക്യം, യാക്കോബുക്ക് വിരോധമാണ് മന്ദിരവാദമില്ലേ, ഇസ്രായേലിക്ക് വിരോധമാണ് കുറിചൊല്ലലുമില്ലേ. ആമൻ. ആഭിചാരം യാക്കോബിന് പറ്റുകയില്ല, ലക്ഷണവിദ്യ ഇസ്രായേലിന് ഏൽക്കയില്ല. അതിന് ഒരു അനുഭവം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. ഇതൊക്കെ ഇങ്ങനെ വരണമെങ്കിൽ സ്തോത്രം ചെയ്യണം. ചേർന്ന ദൈവത്തിന് മഹത്വം കൊടുക്കുക. അതുകൊണ്ടാണ് ഞാൻ മുമ്പ് ഈ വാക്യമൊക്കെ വായിപ്പിച്ചത്. സ്തോത്രം. ഈ ചാലക്കുടി എന്ന് പറയുന്ന സ്ഥലമുണ്ട് കേരളത്തില്, തൃശ്ശൂരിനടുത്താണ്. എൻ്റെ ഒരു സുഹൃത്തായ ബാബു എന്ന് പറയുന്ന ഒരു പാസ്റ്റർ, അദ്ദേഹം ന്യൂ ഇന്ത്യ ചർച്ച് ബോർഡിലെ ഇപ്പോൾ അദ്ദേഹം ഒരു സഹശുശ്രൂഷകനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. 2010-ാം ആണ്ടിലാണ് ദൈവമക്കളെ ഈ കർത്തൃദാസനും തൻ്റെ ചില സ്നേഹിതരും ചേർന്ന് ചാലക്കുടിയിൽ ഒരു പരസ്യയോഗത്തിൽ ചെയ്തു കൊടുക്കുകയാണ്. അപ്പൊ ഒരു സഹോദരി വരികയാണ്.
എൻ്റെ വീട്ടിൽ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ വരുമോ എന്ന് ചോദിച്ചു. അതിനെന്താ വരാലോ എന്ന് പറഞ്ഞ് ഇവര് ആ ചെയ്തി കൊടുത്ത് മുടിച്ചിട്ട് അവിടേക്ക് പോയി. അവിടെ ചെന്നപ്പോ ഈ സഹോദരി 4 ഗ്ലാസ് ചായ ഇട്ട് ഒരു ട്രേക്കകത്താക്കി ഇവർക്ക് കൊടുത്തു. അപ്പൊ ഇവരിത് മേടിക്കുന്നതിന് മുമ്പ് ഒരു കർത്തൃദാസൻ, യേശുപ്പ, ഈ സഹോദരിയിലൂടെ അടിയങ്ങൾക്ക് തന്ന നല്ല ചായക്കായി അങ്ങേക്ക് സ്തോത്രം എന്ന് പറഞ്ഞതും ആ ട്രേ താഴേക്ക് പോയി. 4 ഗ്ലാസും ഉടഞ്ഞുപോയി. ഈ ദൈവദാസന്മാർക്ക് പെട്ടെന്നൊരു സങ്കടം തോന്നി. ദൈവമേ, 4 ഗ്ലാസ് ഞങ്ങൾ വന്നു കയറി പൊട്ടിച്ചു കളഞ്ഞല്ലോ എന്ന് ഇത് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ചപ്പോഴേക്കും ഇത് കൊടുത്ത ആ സഹോദരി അവിടെ മുട്ടുകുത്തിയച്ച് കരമുയർത്തി പറഞ്ഞു, നിങ്ങളുടെ ദൈവമാണ് സത്യദൈവം, നിങ്ങളുടെ ദൈവമാണ് സർവശക്തിയുള്ള ദൈവം. കരമുയർത്തി ഹല്ലേലൂയ. അപ്പൊ ഇവര് ചോദിച്ചു, ആയെന്നെ അങ്ങനെ പറഞ്ഞേ? അപ്പൊ ഈ സഹോദരി പറയുക, എന്റെ പിതാവ് ഇവിടത്തെ ഒരു പെരിയ മന്ത്രവാദിയാണ്. സ്തോത്രം. നിങ്ങൾ ഇവിടെ ഊഴിയത്തിന് വന്നെന്നറിഞ്ഞിട്ട് എന്റെ അപ്പൻ സ്തോത്രം മന്ത്രവാദം ചെയ്തൊരു പൊടി എന്റെ കൈകളിൽ തന്നു. എന്നിട്ട് പറഞ്ഞു, കർത്തൃദാസന്മാരെ പ്രാർത്ഥിക്കാനായി നീ വിളിക്കണം. അവര് പ്രവർത്തനത്തിന് വരുന്ന സമയം അപ്പോൾ അവര് വരും. പ്രാർത്ഥിക്കാൻ വരുമ്പോ സ്തോത്രം നീ ഈ പൊടി ചായക്കകത്ത് കലക്കി അവർക്ക് കൊടുക്കണം. ഇതവര് കുടിച്ച് അവരുടെ വയറ്റിനകത്ത് ചെല്ലുമ്പോൾ പിശാചിന്റെ ആവി അസൈവാട് തുടങ്ങും. ഹല്ലേലൂയ. ഇവர்கள் തമ്മിൽ ഭിന്നിപ്പുണ്ടാകും. ഭ്രാന്ത് പിടിച്ചവരെ പോയി ഇവര് ഈ ദേശത്ത് നിന്ന് ഊളിയോ മുടിച്ച് പൊക്കോളും എന്നെന്റെ അപ്പ തന്ന നിർദ്ദേശം അനുസരിച്ച് യഥാർത്ഥത്തിൽ പ്രാർത്ഥിപ്പിക്കാനല്ല, ആമൻ, ഈ മന്ത്രശക്തിയെ നിങ്ങളുടെ ഉള്ളിലാക്കാനാണ് നിങ്ങളെ വിളിച്ചത്. പക്ഷേ ഇതൊന്നും അറിയാതെ നിങ്ങൾ എന്റെ ഭവനത്തിൽ വന്നു. എന്നാൽ ഞാൻ നിങ്ങൾക്ക് തന്ന ആ 4 ഗ്ലാസ് ചായ നിങ്ങളിൽ ഒരു കർത്തൃദാസൻ സ്തോത്രം പറഞ്ഞ നിമിഷം എന്റെ കൺമുമ്പിൽ പൊട്ടിപ്പോയെങ്കിൽ, ആമൻ, എന്റെ അപ്പൻ ചെയ്ത മന്ത്രത്തിന്റെ കെട്ടല്ലേ നിങ്ങളുടെ ദൈവം അടിച്ചു താഴെയിട്ടത്. എന്റെ അപ്പന്റെ ദൈവമല്ല, നിങ്ങളുടെ ദൈവമാണ് സർവശക്തൻ. ഹല്ലേലൂയ. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ പറയുകയാ, ഈ ദൈവകൃപയിൽ നിൽക്കാമോ, മരണകരമായത് കുടിച്ചാലും നിനക്ക് ഛേദം വരാതെ. മലയാളത്തിൽ ഒരു ചൊല്ലുണ്ടേ, ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടെന്ന് ഇങ്ങനെ മലയാളത്തിൽ ഒരു ചൊല്ല് പറയും. ഇവരെ കെട്ടുകെട്ട് ഓടിക്കാൻ ആ പിതാവതി ചെയ്തത്. പക്ഷെ അന്ന് ആ സഹോദരി സ്വന്തം മകള് അവിടെ മുട്ടുകുത്തി യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അതുകൊണ്ട് ഒരു കാര്യം ഞാൻ തീർത്ത് നിങ്ങളോട് പറയുന്നു. നിങ്ങളാകട്ടെ, തലമുറകളാകട്ടെ, ആമൻ, ആഹാരം കഴിക്കുന്നതിന് മുമ്പ്, വെള്ളം കുടിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്തോത്രത്തോടെ അത് ചെയ്യണം. അത് നിങ്ങളുടെ ശരീരത്തിനും ആമൻ നിങ്ങളുടെ ജീവനും അതൊരു അനുഗ്രഹമായി മാറും. ചേർന്ന് ഹല്ലേലൂയ. അതാണ് യേശു നമ്മളെ പഠിപ്പിച്ചത്. അപ്പവും പാനപാത്രവും കഴിക്കുന്നതിന് മുമ്പ്, കുടിക്കുന്നതിന് മുമ്പ് സ്തോത്രത്തോടെ കർത്താവ് അത് ചെയ്യുമായിരുന്നു. നിരൂപണങ്ങളിൽ കർത്തർ അത് നമ്മളോട് പറയാം. അപ്പൊ അതുകൊണ്ട് ഇന്ന് മുതൽ ആമൻ കഴിക്കുന്നതിന് മുമ്പ് ഈ ഒരു കാര്യമെങ്കിലും ഒന്ന് ഓർക്കണം കേട്ടോ. യേശുപ്പ സ്തോത്രം, തന്നതിന് നന്ദി. കരമുയർത്തി ഹല്ലേലൂയ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥനയെ കുറിച്ച് പഠിക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ അടുത്തൊരു കാര്യമാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 5-ാം അധ്യായം 15, 16 വാക്യങ്ങൾ വായിച്ചുകൊള്ളൂ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 15ഉം 16ഉം വാക്യങ്ങൾ. அப்படி இருந்தும் அவருடைய கீர்த்தி அதிகமாய் பரம்பிற்று. திரளான ஜனங்கள் அவருடைய உபதேசத்தை கேட்பதற்கும் அவராலே தங்கள் பிணிகள் நீங்கி சௌக்கியம் அடைவதற்கும் கூடி வந்தார்கள். அவரோ வனாந்தரத்தில் தனித்து போய் ജപം பண்ணி കൊണ്ടിരുന്നാർ. തിരക്കുകൾ കൂടുമ്പോൾ കർത്താവ് പ്രാർത്ഥിക്കുമായിരുന്നു. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. സ്തോത്രം. തിരുളാന ജനങ്ങൾ, വലിയ കൂട്ടം ജനം സൗഖ്യമാകേണ്ടതിനും വചനം കേൾക്കേണ്ടതിനും യേശുവിന്റെ അടുക്കൽ വന്നുകൂടി. എന്നാൽ യേശുവോ സ്തോത്രം ഒരു സ്ഥലത്ത് മാറിപ്പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, ദൈവകുഞ്ഞുങ്ങളെ, ഏഴയാകുന്ന ഞാനും ഈ ആത്മാവിലെ പ്രാർത്ഥനയൊക്കെ തുടങ്ങിയ ശേഷം 2010 ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ എന്നും രാവിലെ എഴുന്നേറ്റ് അന്യഭാഷകളിലുള്ള ആരാധനയും പ്രാർത്ഥനയും വചനപഠനവും തുടങ്ങിയ അന്ന് മുതൽ ഈ ദിവസം വരെ കൃപയാൽ ഇരുന്നിട്ടില്ല. സ്തോത്രം. എല്ലാ ദിവസങ്ങളും യാത്രകളും ശുശ്രൂഷകളും, ഒരിടം അല്ലെങ്കിൽ മറ്റൊരിടം. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എന്നും കൺവെൻഷനും വലിയ കൂട്ടങ്ങളൊന്നും അല്ലെങ്കിലും ചിലപ്പോൾ 5 പേർക്കായിരിക്കാം, ചിലപ്പോൾ 10 പേർക്കായിരിക്കാം, ചിലപ്പോൾ ഒരു ഫാമിലിക്ക് വേണ്ടി ആയിരിക്കാം. എല്ലാ ദിവസവും യാത്രകളും ശുശ്രൂഷകളും കർത്താവ് എനിക്ക് തന്നു. സ്തോത്രം. ഇപ്പൊ ഞാൻ ഓർക്കുക, എൻ്റെ ഓർമ്മയിൽ ഇതുവരെയും ഞാൻ പ്രാർത്ഥിച്ചിട്ടൊരു തളർന്ന മനുഷ്യൻ എഴുന്നേറ്റ് വന്നത്, തളർന്ന് അങ്ങനെ കിടക്കുന്ന ഒരാള് എഴുന്നേറ്റ് വന്നതായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. മരിച്ച ഒരാൾ ഞാൻ പ്രാർത്ഥിച്ചു ഉയർത്ത് വന്നിട്ടില്ല. പക്ഷെ യേശു എന്നെ പോലെ ആയിരുന്നോ?
യേശു നോക്കിയാൽ ഭൂതങ്ങൾ ഓടും. യേശു ഒരു വാക്ക് പറഞ്ഞാൽ മരിച്ചവർ ഉയർക്കും. യേശുവിന്റെ വാക്കിന് മുമ്പിൽ തളർവാദികൾ എഴുന്നേൽക്കും. യേശുവിന്റെ വാക്കുകൾക്ക് മുമ്പിൽ ആ വസ്ത്രത്തിന്റെ തൊങ്ങൽ തൊട്ടാൽ അവിടെ വിടുതല. കരമുയർത്തി കർത്താവിന് ആ നിഴലെങ്കിലും അടിക്കാൻ ജനം തിക്കിത്തിരക്കുകയാണ്. അതുകൊണ്ടാണ് കാട്ടത്തിയിൽ വരെ അവൻ സക്കായി കയറിയിരുന്ന കർത്താവിനെ ഒന്ന് കാണാനെങ്കിലും പറ്റിയിരുന്നെങ്കിൽ. അപ്പോൾ യേശുവിന്റെ തിരക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. കരമുയർത്തിയ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഇതൊന്നും സംഭവിക്കാത്ത ഞങ്ങൾക്ക് പോലും പലപ്പോഴും ആമൻ എത്രയോ മീറ്റിങ്ങുകളാ പോകാൻ കഴിയാതെ പോകുന്നത്, ക്യാൻസലായി പോകുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ വന്ന ദിവസം തന്നെ പല ആളുകൾ വിളിക്കാറുണ്ട്, പല ചർച്ചുകാർ വിളിക്കുക. ഏതെങ്കിലും ഒരു ചർച്ചിലല്ലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ഓർക്കുക, ആമൻ നമുക്ക് യേശുവിനോട് ഒരു രീതിയിലും തുലനം ചെയ്യാൻ കഴിയത്തില്ല. അതിനുള്ള ഒരു അർഹതയും നമുക്കില്ല. യോഹന്നാൻ പറഞ്ഞ പോലെ ആ ചെരുപ്പിന്റെ വാറഴിക്കാൻ യോഗ്യതയില്ലാത്തവരാ നമ്മൾ. കരമുയർത്തിയ ദൈവത്തിന് മഹത്വം കൊടുക്കുക. സ്തോത്രം. ആമൻ. എന്നിട്ട് പോലും നമുക്ക് ഇരിക്കാൻ സമയമില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ പലപ്പോഴും ചിന്തിക്കും, യേശുപ്പച്ചന്റെ തിരക്ക്. അതുകൊണ്ടാണല്ലോ സ്തോത്ര യേശു കർത്താവ് പുരയ്ക്കകത്തിരിക്കുമ്പോ ഒരു നിവൃത്തി ഇല്ലാത്തത് കൊണ്ടല്ലേ 4 പേര് ചേർന്ന് പുരയുടെ ഓട് മാറ്റി വെച്ച് എന്ത് ചെയ്തു? പക്ഷപാത രോഗിയെ കയറുകെട്ടി ഇറക്കി എന്നൊക്കെ പറയുമ്പോൾ ആ ഏരിയയിൽ അടുക്കാൻ നിവൃത്തി ഇല്ലാത്ത കൊണ്ടായിരുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇത്രയും വലിയ തിരക്കിന് നടുവിലും കർത്താവ് മാറിപ്പോയി പ്രാർത്ഥിക്കും. ആ ബാക്കി ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. സ്തോത്രം. கீர்த்தி அதிகமாய் பரம்பிற்று. திரளான ஜனங்களுடைய உபதேசத்தை கேட்பதற்கும் அவராலே தங்கள் பிணிகள் நீங்கி சௌக்கியம் அடைவதற்கும் கூடி வந்தார்கள். அவரோ வனாந்திரத்தில் தனித்து போய் ஜெபம் பண்ணி கொண்டிருந்தார். ഹല്ലേലൂയ. അവരോ വനാന്തരത്തിൽ തനിച്ചുപോയി എന്ത് ചെയ്തു? ജപം பண்ணிക്കൊണ്ടിരുന്നു. സ്തോത്രം. എത്ര തിരക്കായാലും പ്രാർത്ഥിക്കാൻ നിങ്ങൾ തീരുമാനിക്കാമെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലെ പല വെല്ലുവിളികൾക്കും വിടുതലായി വരും. എനിക്ക് വളരെ അടുത്ത ബന്ധമുള്ള ഒരു കുടുംബമാണ് നെടുങ്കണ്ടം, ഇടുക്കി ഭാഗത്താ. ഇടുക്കി നെടുങ്കണ്ടം കോമ്പയാർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സിബി എന്ന് പറയുന്ന സഹോദരനും സിൽവി എന്ന് പറയുന്ന ഒരു സഹോദരി. ആ കുടുംബത്തോട് ഒരു 10-15 വർഷത്തോളം ഒരു ആത്മീയ ബന്ധമുണ്ട്. കർത്താവിന്റെ കൃപയിൽ 2 ആഴ്ച മുമ്പ് കൂടെ അവരുടെ ചർച്ചിൽ പോയി ശുശ്രൂഷിപ്പാൻ ദൈവം എനിക്ക് അവസരങ്ങൾ തന്നിരുന്നു. അപ്പൊ ഈ ആന്റി വളരെ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവദാസിയാ, ആ സിൽവി എന്ന് പറയുന്ന കർത്താവിന്റെ ദാസി. പ്രിയ ദൈവമക്കളെ, തനിക്ക് 2 മക്കളുണ്ട്. ഈ സംഭവം നടക്കുന്ന ആ ദിവസം മകൻ കളിക്കുവാനായി, പന്ത് കളിക്കാനായി പോയി. വൈകുന്നേരം വരെ പന്ത് കളിച്ച് അതിനുശേഷം അവൻ വീട്ടിൽ വന്ന് കട്ടിലേമ ജസ്റ്റ് കയറി കിടന്നങ്ങ് ഉറങ്ങിപ്പോയി, ക്ഷീണം കൊണ്ട്. അപ്പൊ സിൽവി ആന്റിയുടെ പ്രത്യേകത, 8 മണിയൊക്കെ ആകുമ്പോഴേക്കും പണിയെല്ലാം കഴിച്ച് പായിട്ട് വന്നിരിക്കും, അച്ചായനും വന്നിരിക്കും. പിള്ളേരെ വിളിച്ചിരുത്തി ഇവർ ഒരുമിച്ച് പാടി പ്രാർത്ഥിച്ച ശേഷമേ കഴിക്കാൻ പോകത്തുള്ളൂ. സ്തോത്രം. ഞാൻ നിങ്ങളോടത് പറയും, നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു അനുഗ്രഹമായിരിക്കും. സ്തോത്രം. അത്താഴം കഴിക്കുന്ന എൻ്റെ മമ്മിക്കൊക്കെ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. എൻ്റെ മമ്മി അത്താഴം തരണമെങ്കിൽ ഭക്ഷണം, ചോറ്, ഇവിടെയൊക്കെ കാപ്പിയാണല്ലോ, ഞങ്ങളുടെ അവിടെയൊക്കെ ചോറാണ് കൂടുതലും. എറണാകുളം ഭാഗത്തൊക്കെ അത്താഴം അതിന് ഉപയോഗിക്കുന്നത്. അപ്പം എന്തായാലും വൈകുന്നേരം ഭക്ഷണം തരണമെങ്കിൽ മമ്മി പ്രാർത്ഥിപ്പിക്കാതെ തരത്തില്ലായിരുന്നു. പ്രാർത്ഥിച്ചില്ലെങ്കിൽ അന്ന് ഭക്ഷണം ഇല്ല. അപ്പോൾ പ്രാർത്ഥിക്കാതെ പോയി കിടന്ന അന്ന് ഭക്ഷണം എന്താന്ന് പറഞ്ഞാലും. അങ്ങനെ മമ്മി ഒരു ശിക്ഷണം വെച്ചു. അപ്പൊ അതുകൊണ്ട് അത്താഴം കഴിക്കാനെങ്കിലും പോയി പ്രാർത്ഥിക്കുമായിരുന്നു. അത് ഗുണമായി. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങളുടെ നടുവിൽ നിൽക്കുക. സ്തോത്രം. അത്താഴം കഴിക്കാനാണെങ്കിൽ കൂടിയും ആ വചനമൊക്കെ വായിച്ചതും അത് പ്രാർത്ഥിച്ചതും ഈ കാലഘട്ടത്തിൽ. അതുകൊണ്ട് മാതാപിതാക്കളെ, സ്തോത്രം, നമ്മുടെ കുഞ്ഞുങ്ങളെ അതേ ശിക്ഷണത്തിൽ വളർത്തുന്നത് അവരുടെ ഭാവിയിൽ അനുഗ്രഹമായിരിക്കും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. സ്തോത്രം. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കാമെങ്കിൽ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നത്. അപ്പൊ എന്തായാലും ആന്റിയും അച്ചായനും മോളും വന്ന് പായിലിരുന്നു. മോനെ കാണുന്നില്ല. അപ്പൊ എടാ മോനെ എന്ന് പറഞ്ഞ് വിളിച്ചപ്പോ സ്തോത്രം പല പ്രാവശ്യം വിളിച്ചു, അവനങ്ങ് ഉറങ്ങിപ്പോയിരുന്നു. അപ്പൊ നേരെ ഹസ്ബൻഡ് പറഞ്ഞു, സിബിച്ചായൻ പറഞ്ഞു, സിൽവി കൊച്ച് പന്ത് കളിച്ചേച്ച് വന്നിട്ട് കിടന്ന് ഉറങ്ങിപ്പോയെന്നാ തോന്നണേ, നല്ല ഉറക്കാ, ഇനിയിപ്പോ അവൻ കിടക്കട്ടെ, സാരയില്ല, നാളെ നമുക്കിനി ഒരുമിച്ചെന്നാ ഇരിക്കാം, ഇന്ന് കൊച്ചല്ലേ, അവൻ കിടന്നുറങ്ങട്ടെ എന്ന് പറഞ്ഞു. ഉടനെ സിൽവിയാൻഡി പറഞ്ഞു, അച്ഛാ മിണ്ടാണ്ടിരി, ഇത്ര നേരം പന്തിന് പിറകെ അവൻ ഓടായിരുന്നല്ലോ, പ്രാർത്ഥിക്കാൻ നേരത്തെ മാന്ത എന്താ ഇത്ര വലിയ ക്ഷീണം എന്ന് ചോദിച്ചുകൊണ്ട്, സ്തോത്രം, ഈ ഉറങ്ങിക്കിടന്ന കൊച്ചിനെ ആന്റി പോയി ഇങ്ങോട്ട് എണീറ്റ് വാടാ എന്ന് പറഞ്ഞുകൊണ്ട് സ്തോത്രം പിടിച്ചു വലിച്ച് കൊണ്ടുപോയി പായിലിരുത്തി. ഇവനെ ഉറക്കച്ചടവില, ഉറക്കപ്പിച്ചില് സ്തോത്രം. അവൻ വന്ന് ഇങ്ങനെ തൂങ്ങിയിരിക്കുക, എന്തായാലും വന്നിരുന്നു. സ്തോത്രം കണ്ണൊക്കെ തിരുമ്മി അവൻ അവിടെ ഇരിക്കുക, തൂങ്ങി. ഇവര് പാട്ട് തുടങ്ങി. ആ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പം അന്ന് രാത്രി
ഒരു ചുഴലിക്കൊടുങ്കാറ്റുണ്ടായി ഇടുക്കിയില്, ഇവരുടെ വീടിരിക്കുന്ന ഭാഗങ്ങൾ. പ്രിയപ്പെട്ടവരെ, ചുഴലിക്കാറ്റ് ചുഴന്നടിച്ച് ഇവരുടെ വീടിന്റെ പിൻഭാഗത്ത് നിന്നൊരു വൻ മരം, അതിന്റെ ഒരു വലിയ ഭാഗം ഒടിഞ്ഞ്, സ്തോത്രം, കാറ്റിന്റെ ശക്തിയിൽ വന്ന് ഇവരുടെ പുരപ്പുറത്തേക്ക് വീണു. ഇവരുടെ വീട് ആസ്ബറ്റോസ് ഷീറ്റാണ്. ഇത് പറന്നു പോകാതിരിക്കാൻ പാറയുടെ വലിയൊരു അടങ്കല്ല് കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. സ്തോത്രം, ഇത് പറന്നു പോകാതിരിക്കാൻ. ഈ അരൾവായ് മൊഴിയിലൊക്കെ നിങ്ങൾ പോയ അവിടെയൊക്കെ ആസ്ബറ്റോസ് ഷീറ്റുകൾ വെച്ചിട്ട് കല്ലുകൾ കയറ്റി വെച്ചിരിക്കുന്ന ഞാൻ കാണുവാനിട വന്നു പല വീടുകളുടെ മേലെ. സ്തോത്രം, അതുപോലെയാണ് അവരും. ആംഗ്ലേയറിട്ട് ഉറപ്പിക്കാൻ ഒരു പക്ഷേ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും, എന്ത് ആകട്ടെ. അപ്പൊ അന്ന് രാത്രിയിൽ ഈ കാറ്റടിച്ചിട്ട് ആ വലിയ മരം, അതിന്റെ വലിയൊരു ഭാഗം പുഴകി വന്ന് നേരെ ഈ ആസ്ബറ്റോസ് ഷീറ്റിന്റെ മേലെ വന്ന് വീണു. ഷീറ്റ് ഉടഞ്ഞു. ഈ ഷീറ്റ് പറന്നു പോകാതെ വെച്ചിരുന്ന വലിയ അടങ്കല്ല് നേരെ ഷീറ്റ് പൊട്ടിയപ്പോ ഈ കൊച്ചു കിടന്ന മുറിക്കകത്ത് അവൻ കിടന്ന കട്ടിലിന് മേലേക്ക് വന്ന് വീണു. ആ കട്ടില് തകർത്ത് ആ കല്ല് നിലത്ത് പതിച്ചു. അവൻ അവിടെ കിടക്കട്ടെ, നാളെ പ്രാർത്ഥിക്കാമെന്ന് ചിന്തിച്ചായിരുന്നെങ്കിൽ ആ കുട്ടി ഇന്ന് ഈ ലോകത്ത് കാണത്തില്ലായിരുന്നു. പ്രാർത്ഥനയ്ക്ക് വില കൊടുത്തത് കൊണ്ട് ഇന്നും അവൻ ഉയിരോടിരുന്ന് ദൈവത്തിന് നന്ദി പറയുക. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഏത് തിരക്കിന് നടുവിലും നീ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കാമെങ്കിൽ അടുത്ത നിമിഷം പിശാച് നിനക്കെതിരെ വെച്ചിരിക്കുന്ന കുരുതിക്കെണിയെ മാറ്റിവിടുവാൻ ആ പ്രാർത്ഥനയുടെ പിൻപിൽ ദൈവകരം ചലിക്കും. പ്രത്യാശയുള്ളവർ കരമടിച്ചു ദൈവത്തിന് ഏത് തിരക്കിലും മുട്ടുകുത്ത്, അനർത്ഥങ്ങൾ ഒഴിഞ്ഞു പോകും. വൈഡബലം, ഹർഷപ്രഭനബലം യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്ത സെക്കൻഡിൽ എന്ത് വരുമെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് പ്രാർത്ഥനയെ മാത്രം ഒരു നേരം കഴിച്ചില്ലേലും വേണ്ടില്ല, ഒരു നേരം കുടിച്ചില്ലേലും വേണ്ടില്ല, പക്ഷേ പ്രാർത്ഥന മാത്രം നാളേക്ക് നിങ്ങൾ മാറ്റരുത്. ചേർന്ന ദൈവത്തിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, യേശുക്രിസ്തുവിന്റെ ജയം അവിടെയാ. എത്ര ബിസി ആയാലും പിതാവിനോട് സംസാരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഒരു തോന്നൽ വരെ, യേശുക്രിസ്തു ദൈവം അല്ലേ, പിന്നെ എന്തിനാ അങ്ങനെയൊക്കെ സംസാരിക്കേണ്ട കാര്യമുണ്ടോ? യേശുക്രിസ്തു 100% ദൈവമായിരുന്നു. പക്ഷേ യേശു ജഡാവതാരം എടുത്തത് കൊണ്ട് 100% മനുഷ്യനായിരുന്നു. യേശുവിന്റെ ശരീരത്തിൽ എന്ന് വെച്ചാൽ ജഡാവതാരത്തിൽ തനിക്ക് പ്രാർത്ഥന ആവശ്യമായിരുന്നു. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയരെ, യേശുക്രിസ്തുവിന് പോലും ഈ ഭൂമിയിൽ പ്രാർത്ഥന ആവശ്യമായിരുന്നെങ്കിൽ ആ പ്രാർത്ഥന കൂടാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? സ്തോത്രം. അതുകൊണ്ട് ഈ നാളുകളിൽ പ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്ത്. വരാനിരിക്കുന്ന പ്രതികൂലങ്ങൾ നിന്നെ വിട്ടു മാറും. ഞാൻ ഇതിനോട് ചേർത്ത് തന്നെ മറ്റൊരു ഭാഗം കൂടി പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് സ്തോത്രം, പ്രിയപ്പെട്ടവരെ, മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 26-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യം ഒന്ന് വായിച്ചുകൊള്ളു. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യം. அப்பொழுது அவர், என் ஆத்மா மரணத்துக்கு ஏதுவான துக்கம் கொண்டிருக்கிறது, நீங்கள் இங்கே தங்கி என்னோட கூட விழித்திருங்கள் என்று சொல்லி சற்று அப்புறம் போய் முகங்குப்புற விழுந்து, என் பிதாவே, இந்த பாத்திரம் என்னை விட்டு நீங்க கூடுமானால் நீங்கும்படி செய்யும், ஆகிலும் என் சித்தத்தின்படி அல்ல உம்முடைய சித்தத்தின்படியே ஆக கடவுது என்று ஜெபம் பண்ணினார். ഹല്ലേലൂയ, സ്തോത്രം. ഒരു പരീക്ഷ വെളിപ്പെട്ടാൽ യേശു കർത്താവ് പ്രാർത്ഥിക്കും. അത് ഞാനത് അവസാനം നിങ്ങൾക്ക് ആ ഭാഗം പങ്കുവെക്കാം. നമുക്ക് മറ്റൊരു വാക്യം കൂടെ വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം അതിന്റെ 14-ാം അധ്യായം അതിന്റെ 19-ാമത് വാക്യം കൂടെ ഒന്ന് വായിച്ചുകൊള്ളൂ. മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 19-ാമത് വാക്യം. அப்பொழுது அவர் ஜனங்களை புல்லின் மேல் பந்திருக்க கட்டளையிட்டு அந்த 5 அப்பங்களையும் அந்த 2 மீன்களையும் எடுத்து வானத்தை அண்ணாந்து பார்த்து ആശീർവദിத்து അപ്പങ്ങളെ പിട്ട് ശിഷ്യരിടത്തിൽ കൊടുത്തു. പരസ്യത്തിൽ യേശു പ്രാർത്ഥിക്കുമായിരുന്നു. അത് യേശുക്രിസ്തുവിന്റെ അടുത്തൊരു പ്രത്യേകതയാണ്. ചില പ്രിയപ്പെട്ടവർക്ക് പരസ്യത്തിൽ പ്രാർത്ഥിക്കാൻ നാണക്കേടാ. രഹസ്യത്തിൽ ബൈബിൾ വായിച്ചെന്നാലും ബൈബിളൊക്കെ ഉയർത്തിക്കൊണ്ട് പോകാനൊക്കെ നാണമുള്ള അനേകരുണ്ട്. സ്തോത്രം. വെക്കപ്പെടുന്നവരുണ്ട്. എന്നാൽ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ പരസ്യമായി താൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഇതോടുള്ള ബന്ധത്തിൽ തന്നെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 41, 42 വാക്യങ്ങൾ ഒന്ന് വായിച്ചുകൊള്ളൂ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 41, 42 വാക്യങ്ങൾ.
அப்பொழுது மரித்தவன் வைக்கப்பட்ட இடத்தில் இருந்த கல்லை எடுத்து போட்டார்கள். இயேசு தம்முடைய கண்களை ஏறெடுத்து, பிதாவே, நீர் எனக்கு செவி கொடுத்தபடியினால் உம்மை ஸ்தோத்தரிக்கிறேன். நீர் எப்பொழுதும் எனக்கு செவி கொடுக்கிறீர் என்று நான் அறிந்திருக்கிறேன். ஆனாலும் நீர் என்னை அனுப்பினதை சூழ்ந்து நிற்கும் ஜனங்கள் விசுவாசிக்கும்படியாக அவர்கள் நிமித்தம் இதை சொன்னேன் என்றார். ஓகே, ஸ்தோத்திரம். கீழே வாயிச்சோளൂ. இவைகளை சொன்ன பின்பு லாசருவே வெளியே வா, ലാസറേ വെളിയെ വാ എന്ന് ഉറച്ച ശബ്ദമായി. അപ്പോ ആമേൻ, കർത്തരുടെ പ്രാർത്ഥനാ ജീവിതങ്ങളെ പഠിക്കുമ്പോ, പബ്ലിക്കായി പ്രാർത്ഥിക്കുമ്പോ ഉറച്ച ശബ്ദത്തിൽ കർത്തർ പ്രാർത്ഥിക്കും. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. അത് നമ്മൾ പഠിക്കണം കേട്ടോ. നമ്മൾ രഹസ്യത്തിൽ വീട്ടിൽ പ്രാർത്ഥിക്കുമ്പോൾ തനിച്ചിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, ആരെയും അറിയിക്കണ്ട. എന്നാൽ സഭയില് ഇപ്പൊ ഇന്ന വിഷയത്തിന് പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ നിങ്ങൾ ശബ്ദം ഉയർത്തി തന്നെ പ്രാർത്ഥിക്കണം. ചില പ്രിയപ്പെട്ടവരോടൊക്കെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആമേൻ പറയുന്ന പോലും കേൾക്കത്തില്ല. അടുത്തിരിക്കുന്ന ആളെ ഞാൻ കണ്ടിട്ടുണ്ട്, കളിയാക്കുന്നൊന്നല്ല കേട്ടോ. ആമേൻ. എന്നാലും നിങ്ങളതൊന്നും തിരിച്ചറിയേണ്ടതിനെ ഞാൻ പറയുന്നതാ. ഇപ്പോൾ ഇന്ന തോമസ് കുട്ടി ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഉടനെ ഞെട്ടി വിറച്ച് ചാടി എഴുന്നേറ്റ് കർത്താവേ ഞങ്ങൾ ആമേൻ എന്ന് മാത്രം കേൾക്കാം, വേറെ എന്നാ പറഞ്ഞെന്നോ ഒന്നും കേൾക്കത്തില്ല. ചില പ്രിയപ്പെട്ടവരോട് ആമേൻ സാക്ഷ്യം പറയാനായി പറയുമ്പോൾ അതുങ്ങൾ എഴുന്നേറ്റ് ഇങ്ങനെ ചോടി ഒരു എഴുന്നേൽപ്പുണ്ട്. കർത്താവ് എനിക്ക് എന്നാണ് ആ പറഞ്ഞ ആ ദൈവത്തിനറിയാം. അങ്ങനെ ഒരു മൂളലും കാണാം, ഇരിപ്പും കാണാം. എന്നെ കേൾക്കുന്ന പ്രിയരെ, എന്നാൽ യേശു കർത്താവ് നമുക്ക് പഠിപ്പിക്കുന്ന അടുത്തൊരു കാര്യമുണ്ട്. ജനങ്ങളുടെ നടുവിൽ പ്രാർത്ഥിക്കുമ്പോൾ ചുരുക്കമായും ഉച്ചത്തിലും സ്തോത്രം എല്ലാവരും കേൾക്കത്തക്ക വിധത്തിലും കർത്താവ് പ്രാർത്ഥിക്കുമായിരുന്നു. കരമുയർത്തി ഹല്ലേലൂയ പറയും. ലാസറേ വെളിയെ വാ. പിതാവിനോട് പറഞ്ഞ ശേഷം ഒരൊറ്റ വിളിയാ, ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ. മരിച്ചവനെ ഉയർത്ത് പുറത്തു വന്നു എന്ന് നമ്മുടെ ഈ PV ആശാരി എന്ന് പറയുന്ന ഒരു കർത്തൃദാസൻ ഉണ്ടായിരുന്നു. PV ആശാരി ഉപദേശി. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, അദ്ദേഹം പണ്ട് കുമ്പനാട് ഭാഗത്ത് ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുരുതുരാന്ന് കല്ലേറിയ കുറേ സുവിശേഷം ആ കാലത്തൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒക്കെ ഒത്തിരി ദേശങ്ങളിലും ആ അവസ്ഥകൾക്കൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. അനേകർക്കും മനസ്സിലായിട്ടുണ്ട് ജീവനുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലും വചനത്തിലുമല്ലാതെ യഥാർത്ഥ സമാധാനമില്ല എന്ന് അനേകർക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ സ്വാതന്ത്ര്യത്തോടെ ഈ ശുശ്രൂഷയൊക്കെ ഇവിടെ ചെയ്യുന്നത്. കരമുയർത്തി ഹല്ലേലൂയ പറയുന്നാൽ പണ്ടുള്ള പിതാക്കന്മാരൊക്കെ ധാരാളം കല്ലേറും പ്രതികൂലങ്ങളും അനുഭവിച്ചാണല്ലോ ഈ ശുശ്രൂഷ ചെയ്ത്. അപ്പോൾ ഈ PV ആശാരി പാസ് കുമ്പനാട് ഭാഗത്ത് ഇതുപോലെ ഒരു കൺവെൻഷൻ കൂട്ടത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തുരാന്ന് കല്ലെറിയുക. സ്തോത്രം. ജനങ്ങളുടെ നടുവിലൊക്കെ കല്ല് വന്ന് വീഴുക. അപ്പൊ കുറേ നേരം കല്ലെറിഞ്ഞു. ഉടനെ ആ ദൈവദാസൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ആരടാ കല്ലെറിഞ്ഞത്? ഞാൻ ഒരു ദൈവത്തിന്റെ ദാസനാണ്, ഞാൻ യേശുവിന്റെ നാമത്തിൽ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ മകനെ നിന്നെ വിളിക്കുക. നീ ഇപ്പോൾ ഇവിടെ വരാമെങ്കിൽ ദൈവം നിന്നോട് ക്ഷമിക്കും, നിന്റെ കുടുംബത്തിന് രക്ഷയും തരും. ആമൻ. നീ ചെയ്തത് ചെയ്തു, സാരമില്ല, ഇപ്പോൾ വാ. അവൻ അവിടെ നിന്ന് കൊഞ്ഞണം കുത്തി. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. കല്ലെറിഞ്ഞേച്ച് എന്തായാലും അവൻ വരത്തില്ലല്ലോ. അവൻ അവിടെ നിന്ന് കളിയാക്കി. പ്രിയപ്പെട്ട ദൈവമക്കളെ, അപ്പോൾ ആശാരിപദേശം പറഞ്ഞു, ഒരൊറ്റ കല്ല് പോലും ആ എറിഞ്ഞത് നിങ്ങളുടെ ദേഹത്ത് കൊണ്ടതോ നിങ്ങളുടെ അടുത്ത് കിടക്കുന്നോ ഉണ്ടെങ്കിൽ നിങ്ങൾ കളയരുത്, എല്ലാം വാരിക്കൂട്ടി സ്റ്റേജിൽ കൊണ്ടുവരാൻ പറഞ്ഞു. സ്തോത്രം. അധിക സമയം കഴിയുന്നതിന് മുമ്പ് ആ സ്റ്റേജിൽ ഒരു കൽക്കൂമ്പാരം നിന്നു. സ്തോത്രം. ആ എറിഞ്ഞ് കൂട്ടിയ കല്ലുകളാ ജനം എല്ലാം എടുത്തുകൊണ്ട് വന്നു. എന്നേച്ച് അദ്ദേഹം ആമേൻ സ്തോത്രം കൈ നീട്ടി ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. പൊന്നു തമ്പുരാനെ, ആമേൻ, ഈ കൺവെൻഷനിൽ ഒരുത്തൻ തന്ന ഓഫറിംഗ് ആണ് ഈ കല്ല്. സ്തോത്രം. നിനക്കറിയാമല്ലോ എന്ന് പറഞ്ഞ് ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ഈ കൺവെൻഷൻ തീരുന്നതിന് മുമ്പ് അവനെ കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയരെ, കൺവെൻഷൻ ആശീർവാദം പറയും മുമ്പ് പ്രസംഗത്തിന് മധ്യത്തിൽ ഒരാൾ ഓടി വന്നേച്ചു, വഴിയരികിൽ നിന്ന് ഒരാൾ ഓടി വന്നേച്ചു പറഞ്ഞു, ദൈവദാസനെ, നിങ്ങളെ കല്ലെറിഞ്ഞ ആ മനുഷ്യന്റെ തുടയിലൂടെ ഒരു ലോറി കയറി ഇറങ്ങിപ്പോയി. സ്തോത്രം. ദേ കുമ്പനാട് മരിച്ചിട്ടില്ല, കുമ്പനാട് ഫെലോഷിപ്പ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുക, ഒന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ PV ആശാരി പറഞ്ഞത്, സ്തോത്രം, അവന്റെ അഡ്രസ് എനിക്ക് തന്നേരെ, ശിക്ഷാകാലം തീരുമ്പോൾ ഞാനൊരു എഴുത്തിട്ടേക്കാം. അന്നത്തെ കാലത്തൊക്കെ കത്ത. സ്തോത്രം. ഞാൻ അവനെ മര്യാദയ്ക്ക് വിളിച്ചതാ, വാ മോനെ എന്ന്. പക്ഷേ അവനത് ചെയ്തില്ല. ഇതൊക്കെ പബ്ലിക്കായി ആ ദേശങ്ങൾ കണ്ട സാക്ഷ്യങ്ങളാണ്. അങ്ങനെ അനേകര് ദൈവത്തിലേക്ക് വന്ന ആ കാലഘട്ടത്തിലൊക്കെ. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. എന്നെ കേൾക്കുന്ന പ്രിയരെ, അതുകൊണ്ട് പബ്ലിക്കായി പ്രാർത്ഥിക്കുമ്പോൾ ധൈര്യമായും ഉറക്കെയും പ്രഖ്യാപിക്കണം, ഉറക്കെ പ്രാർത്ഥിക്കണം. ദൈവം ക്രിയ ചെയ്യും. പ്രത്യാശയുള്ളവർ കരമടിച്ച് കിടക്കുന്ന ബലം യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.
യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയുടെ പ്രത്യേകതയാ, പബ്ലിക്കായി കർത്താവ് പ്രാർത്ഥിക്കും. അത് ഉറച്ച ശബ്ദത്തോടെ പ്രാർത്ഥിക്കും, ശക്തിയോടെ പ്രാർത്ഥിക്കും. അപ്പൊ രഹസ്യത്തിൽ മാത്രമല്ല, പരസ്യത്തിലും കർത്താവ് പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ പരസ്യ പ്രാർത്ഥനകൾ വളരെ ചുരുക്കമായിരുന്നു എന്ന് മാത്രം. രഹസ്യത്തിൽ ദൈവവുമായി ബന്ധമുള്ളവൻ പരസ്യത്തിൽ ഒരു വാക്ക് പറഞ്ഞാലും അവിടെ ദൈവത്തിന്റെ ക്രിയ നടക്കും. പ്രത്യാശയുള്ളവർ ചേർന്ന് ഹല്ലേലൂയ പറയാം. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനാ ജീവിതം പഠിക്കുമ്പോൾ അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ. അത് നമുക്ക് ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിന്റെ 23-ാം അധ്യായം അതിന്റെ 34-ാമത്തെ വാക്യത്തിൽ കാണുവാനായി സാധിക്കുന്നു. ലൂക്കോസ് 23 അതിന്റെ 34 വായിച്ചുകൊള്ളൂ. அப்பொழுது இயேசு, பிதாவே இவர்களுக்கு மன்னியும், தாங்கள் செய்கிறது இன்னதென்று அறியாதிருக்கிறார்களே என்றார். அவருடைய வஸ்திரங்களை அவர்கள் பங்கிட்டு சீட்டு போட்டார்கள். പ്രിയ ദൈവകുഞ്ഞുങ്ങളെ, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു കർത്താവ്. ഹല്ലേലൂയ. ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു ഗുരുവിനെ വേറെ എവിടെ നിങ്ങൾക്ക് കണ്ടുകിട്ടാൻ കഴിയും? സ്തോത്രം. അനുഗമിക്കുന്നെങ്കിൽ ഈ യേശുവിനെ അനുഗമിക്കണം. ഹല്ലേലൂയ. എൻ്റെ പ്രിയരെ, എന്തൊരു നല്ല വചനമാണ് അതല്ലേ? ശരിക്കും നമ്മുടെ ചങ്ക് പൊളിക്കുന്ന ഭാഗങ്ങൾ. അത് ഒന്നുകൂടെ ഒന്ന് വായിച്ചേ. സ്തോത്രം. ലൂക്കോസ് 23:34. പിതാവേ, அப்பொழுது இயேசு, பிதாவே இவர்களுக்கு மன்னியும், தாங்கள் செய்கிறது இன்னதென்று அறியாதிருக்கிறார்களே என்றார். യേശു കർത്താവിനെ വല്ലാതെ അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയുക, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ. ആമൻ ക്രൂശിൽ കിടക്കുന്ന ആ വേളയിലും സ്തോത്ര ഇഞ്ചിഞ്ചായി തന്റെ ദേഹം ആമൻ നൊന്ത് പിടയുമ്പോഴും യേശു പറയുക, കർത്താവേ, ഈ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് അറിയില്ല അവരെന്താ ചെയ്യുന്നത്, അവരാരെയാ ഈ അടിക്കുന്നേ, സൃഷ്ടിച്ച സൃഷ്ടാവിനോടാ ഈ ചെയ്യുന്നതെന്ന് അവർക്കറിയില്ല, അവരോട് ക്ഷമിക്കണമേ എന്ന് യേശു കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഇതേ ഭാഗങ്ങൾ ആമേൻ തിരുവചനത്തിൽ മറ്റ് പല ഭാഗങ്ങളിലും കാണാൻ കഴിയുന്നു. അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം അതിന്റെ 60-ാമത് വാക്യം ഒന്ന് വായിച്ചുകൊള്ളൂ. അപ്പോസ്തലപ്രവൃത്തികൾ 7-ാം അധ്യായം 60-ാമത് വാക്യം. அவனோ முழங்கால் படியிட்டு, ஆண்டவரே, இவர்கள் மேல் இந்த பாவத்தை சுமத்தாதிரும் என்று மிகுந்த சத்தமிட்டு சொன்னான். സ്തേഫാനോസിനെ കല്ലെറിയുന്ന സമയം യേശുവിന്റെ ദാസനായിരുന്ന സ്തേഫാനോസ് എന്ന ചെറുപ്പക്കാരൻ പരിശുദ്ധാവിയിൽ നിറഞ്ഞ് സുവിശേഷം അറിയിക്കുമ്പോൾ സ്തേഫാനോസിനെ ജനം കല്ലെറിയുന്ന സമയം ആമൻ തുരുതുരാന്ന് തന്റെ കണ്ണുകളിലും തലയിലും ശരീര അവയവങ്ങളിലേക്കും കല്ലുകൾ ആഞ്ഞാഞ്ഞു പതിക്കുമ്പോ, തല പൊട്ടി ചോരയൊഴുകുമ്പോ, ശരീരത്തിൽ മുഴുവൻ ആമൻ കല്ലുകൾ പതിച്ച് ചതഞ്ഞു മരണത്തിലേക്ക് നീങ്ങുമ്പോഴും സ്തേഫാനോസും പ്രാർത്ഥിച്ചത് അതേ വാക്കുകളാ, കർത്താവേ, ഇവർക്ക് ഈ പാപം നിർത്തരുതേ. കരമുയർത്തി ഹല്ലേലൂയ പറയാം. എന്തുകൊണ്ടാണ് ദൈവകുഞ്ഞുങ്ങളെ സ്തോത്രം ഈ ഭൂമിയിൽ ക്രൈസ്തവ മക്കളെ ഇത്രമാത്രം ഉപദ്രവം ചെയ്തിട്ടും അവർ മാത്രം പ്രതികരിക്കാത്തത്? എത്രയോ സഭകളെ കത്തിച്ചു കളയുന്നു, എത്രയോ സുവിശേഷകരെ പച്ചയ്ക്ക് നിർത്തി തൊലി ഉരിച്ചിരിക്കുന്നു, എത്രയോ ദൈവദാസന്മാരുടെ നാക്ക് കൊടിലുകൊണ്ട് പിടിച്ചു വലിച്ചു വെച്ച് കത്രിക കൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞിരിക്കുന്നെന്ന് നിങ്ങൾക്കറിയോ? എത്രയോ കർത്തൃദാസന്മാരെ സ്തോത്രം കുതിരയുടെ വാലിൽ കെട്ടിയിട്ട് കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ വലിച്ചിഴച്ച് തൊലി ഉരിച്ച് കൊന്നിരിക്കുന്നെന്ന് നിങ്ങൾക്കറിയോ? സ്തോത്രം വായിലൂടെ ഹൈ പ്രഷർ സ്തോത്രം വെള്ളം പമ്പ് ചെയ്ത് വയറ് വീർപ്പിച്ച് കുതിരയെ കൊണ്ട് ചവിട്ടി പൊട്ടിച്ച് അഭിഷിക്തന്മാരെ കൊന്നൊടുക്കിയിട്ടുണ്ട്. സ്തോത്രം. ആമൻ ഈ കുംഭത്തിനകത്ത് വഴിവിളക്ക് പോലെ കുംഭത്തിനകത്ത് ഉമ്മി നിറച്ച് എണ്ണയൊഴിച്ച് അതിനകത്ത് ആമൻ ദൈവകുഞ്ഞുങ്ങളെ ആമൻ ഇറക്കി നിർത്തി സ്തോത്രം പന്തം കൊളുത്തി എരിച്ചെരിച്ചെരിച്ച് സ്ട്രീറ്റ് ലൈറ്റുകളെ പോലെ നിർത്തി കൊന്നുകളഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ആമൻ അലറുന്ന വിശന്ന സിംഹങ്ങൾക്ക് സ്തോത്രം മൃഗങ്ങൾക്ക് ഊണാക്കി ആമൻ ദൈവകുഞ്ഞുങ്ങളെ ഇട്ടുകൊടുത്തിട്ടുണ്ട്. റോമാ പട്ടണത്തിൽ ഡൊമീഷ്യൻ, ഡയോക്ലീഷ്യൻ, അതുപോലെ നീറോ ചക്രവർത്തിമാരുടെയൊക്കെ ഭരണകാലങ്ങളിൽ അഭിഷിക്തന്മാർക്കെതിരെ ഇതുപോലെ ഒരുപാട് ക്രൂരതകൾ അഴിച്ചുവിട്ടിട്ടുണ്ട്. തിളച്ച എണ്ണയിലിട്ടിട്ടുണ്ട്, ക്രൂശിച്ച് കൊന്നിട്ടുണ്ട്, ആമൻ കല്ലെറിഞ്ഞ് കൊന്നിട്ടുണ്ട്, ശിരച്ഛേദം ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു വക ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. സ്തോത്രം. 2 വടവൃക്ഷങ്ങളുടെ കൊമ്പുകൾ, ഈ ഭാഗത്ത് നിൽക്കുന്ന ഒരു വൃക്ഷം, ഈ ഭാഗത്ത് നിൽക്കുന്ന മറ്റൊരു വൃക്ഷം, ഈ 2 വടവൃക്ഷങ്ങളുടെ 2 ശക്തിയുള്ള കൊമ്പുകൾ ആമേൻ ശക്തന്മാരായ പടയാളികൾ വന്ന് വടം ഉപയോഗിച്ച് വലിച്ചു കൂട്ടിക്കെട്ടും.
ഇങ്ങനെ നിൽക്കുന്ന 2 വൃക്ഷങ്ങളുടെ കമ്പുകൾ കൂട്ടിക്കെട്ടും. അതിനുശേഷം ദൈവമക്കളെ കൊണ്ടുവന്നിട്ട്, ദൈവദാസന്മാരെ കൊണ്ടുവന്നിട്ട്, ഈ വൃക്ഷത്തിന്റെ കമ്പിന്റെ ഭാഗത്ത് ഈ കൈയും മറുവൃക്ഷത്തിന്റെ കമ്പിന്റെ ഭാഗത്ത് ഈ കൈയും ചേർത്ത് കെട്ടിയിട്ട് കർത്താവിനെ തള്ളിപ്പറയാനായി പറയും. ഇല്ല എന്നാ പറയുന്നതെങ്കിൽ വാളെടുത്ത് ഈ 2 വൃക്ഷത്തിന്റെ കമ്പുകൾ ചേർത്ത് വെച്ചിരിക്കുന്ന ആ വടം അങ്ങ് അറുത്തുവിടുമ്പോൾ ആമേൻ, ഈ ചായ്ഞ്ഞു നിൽക്കുന്ന 2 വൃക്ഷത്തിന്റെ കമ്പുകൾ ആമേൻ ശക്തിയോടുകൂടി ആമേൻ തങ്ങളുടെ പൂർവ്വസ്ഥിതിയിലേക്ക് വലിഞ്ഞു തിരിച്ചു പോകുമ്പോ നടുക്ക് ബന്ധിക്കപ്പെട്ട ആ ദൈവ പൈതലിന്റെ ഉടൽ 2 തുണ്ടമായി കീറി മാറും. ഇങ്ങനെയൊക്കെ ദൈവസഭയെ തകർത്തടിക്കാൻ നോക്കിയിട്ടു സ്തോത്രം, ആരും കേസിനും വഴക്കിനും കൂട്ടത്തിനും പോയില്ല. പക്ഷെ എന്നിട്ടും ഈ സഭ എങ്ങനെയാ കാട്ടുതീ പോലെ ഉലകനാടുകൾ മൊത്തം പരന്നത്? ശത്രുക്കളെ സ്നേഹിപ്പാൻ ആമൻ വാക്കു പറഞ്ഞ യേശുവിന്റെ സാന്നിധ്യമാണ് സഭയെ പണിയുന്നത്. ആരെല്ലാം എത്ര ആയുധമെടുത്താലും ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരം അതിനെ ജയിക്കയില്ലെന്ന് യേശു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ജയിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഹല്ലേലൂയ, ആമേൻ. ഇത് കൊന്നു വളർന്ന മാർഗമല്ല, ഇത് മരിച്ചു വളർന്ന മാർഗമാണ്. കരമേറത്തെ ദൈവത്തിന് മഹത്വം കൊടുക്കാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ടാണ് യേശു പഠിപ്പിച്ചത്, ശത്രുക്കളെ സ്നേഹിപ്പേൻ, ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പേൻ, ഒരു ചെകിട്ട തടിക്കുന്നവന് മറ്റേത് കാണിച്ചു കൊടുപ്പേൻ. ഈ ഉലകത്തിൽ അനേക ആമേൻ ദേവന്മാര് രക്തദാഹികളായിരിക്കുമ്പോ അവസാന തുള്ളി ചോര വരെയും നമുക്ക് വേണ്ടി ഊറ്റി തന്ന ഒരേ ഒരു ദൈവം, അത് യേശു മാത്രമാണ്. ആ യേശുവിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി തന്നെ അടിക്കുന്നവർക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കുമായിരുന്നു. കരങ്ങൾ ഉയർത്തി അല്ലേ നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കാൻ കൃപ അടിയങ്ങളുടെ മേൽ പകരണമേ എന്ന് നമുക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ ഒരു അനുഭവം കൂടെ, നിങ്ങൾ ആരെയും ഭയപ്പെടുത്താനൊന്നും അല്ല കേട്ടോ. ആമേൻ. എനിക്ക് തോന്നുന്നു അഗസ്റ്റിൻ ജപകുമാർ പാസ്റ്റർ ആണെന്ന എൻ്റെ ഓർമ്മ. ഞാൻ അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് കണ്ടപ്പോ സ്തോത്രം, അദ്ദേഹം പറഞ്ഞത്, പണ്ട് പാളയംകോട്ട് ഒരു ബസ് സ്റ്റാൻഡില് ദൈവമക്കളെ ഒരു കർത്തൃദാസൻ നിന്ന് യേശുവിന്റെ വചനം പ്രസംഗിക്കുകയാ. അപ്പോ 3 ഗുണ്ടകൾ വന്ന് അദ്ദേഹത്തെ അടിച്ചു. ഇത് ഞങ്ങളുടെ ഏരിയയാ, ഇവിടെ ഇതൊന്നും ഞങ്ങൾ അനുവദിക്കില്ല കേട്ടോ എന്ന് പറഞ്ഞ് ആ പാവം കർത്തൃദാസനെ അടിച്ച് അവശനാക്കി നിലത്തിട്ട് ചവിട്ടിക്കുട്ടി. സ്തോത്രം, അർദ്ധപ്രാണനായി രക്തം വാർന്ന് സ്തോത്രം ആ ദൈവദാസൻ നിലത്ത് കിടന്ന് പിടച്ചിട്ടു. ആരും ഉദവി ചെയ്യാനൊന്നും ചെന്നില്ല. അവന്മാരുടെ മേയല് കഴിഞ്ഞപ്പോ സ്തോത്രം പകുതി ജീവനോട് അയാൾ പിടഞ്ഞെണീറ്റു. കീറിയ വസ്ത്രങ്ങളുടെ നടുവില് ആ തിരുവചനം ബൈബിൾ തന്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് അദ്ദേഹം അവിടെ നിന്ന് സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞ് കരഞ്ഞ് സ്തോത്രം ചെയ്തുകൊണ്ട് പുറത്തേക്ക് പോയി. ഇത് ഞങ്ങളുടെ ഏരിയ, ഞങ്ങൾ ഇതൊന്നും ഇവിടെ അനുവദിക്കില്ല എന്ന് ആ ഗുണ്ടകൾ ആക്രോശിച്ചു. എന്നാൽ അടിച്ചവന്മാര് നെഞ്ചുവിരിച്ച് നടക്കുകയാ. ആ ബസ് സ്റ്റാൻഡ് വിടുന്നതിന് മുമ്പ് ഒരു ബസ് നിയന്ത്രണം വിട്ട് പാളയംകോട്ട് സ്റ്റാൻഡിലേക്ക് കയറി വന്നു. ഇവര് 3 പേരും തോളെ കൈയിട്ട് രാജാക്കന്മാരെ പോലെ നടക്കുമ്പോ നിയന്ത്രണം വിട്ടുപോയ ആ ബസിന്റെ സ്തോത്രം മുൻവശം വന്ന് ഇവരിൽ ഒരുത്തന്റെ പിൻഭാഗത്തിടിച്ചു. ഇടിക്കൊണ്ട മാത്രയിൽ അവൻ മുഖം പൊത്തി, അതായത് മുഖമിടിച്ച് താഴെ വീണു. അയ്യോ എന്ന് വിളിക്കുന്നതിന് മുമ്പ് ആ ബസിന്റെ വീലുകൾ അയാളുടെ മേൽ കയറി ഇറങ്ങി. വയറ് പൊട്ടി, കുടൽമാല വെളിയെ വന്ന് ചോര ചീറ്റി. സ്തോത്രം, ആ മനുഷ്യൻ ചതഞ്ഞ് ചട്നിയാകുന്നത് പോലെ തീർന്നുപോയി. സ്തോത്രം. ഇത് കണ്ട് 2ാമത്തെ റൗഡിക്ക് മെന്റൽ ഷോക്ക് ഉണ്ടായി, പൈത്യമുണ്ടായി. സ്തോത്രം. അല്പ സെക്കൻഡുകൾക്ക് മുമ്പ് വരെ തന്റെ തോളിൽ കൈയിട്ട് നടന്ന നമ്പൻ സ്തോത്രം തന്റെ കൺമുമ്പിൽ വെച്ച് ബസ് ഇടിച്ച് മുഖം പൊത്തി നിലത്ത് വീണ് ആ ബസിന്റെ ടയറുകൾ അദ്ദേഹത്തിന് മേൽ കയറി ഇറങ്ങി. അയ്യോ എന്ന് വിളിക്കാൻ സമയം കിട്ടുന്നതിന് മുമ്പ് കുടല് പൊട്ടിത്തെറിച്ച് ചോര ചീറ്റി മരിക്കുന്ന കാഴ്ച 2ാമത്തെ ഗുണ്ടയെ ഭ്രാന്തനാക്കി, പൈത്യക്കാരനാക്കി മാറ്റി. കുറെ നേരം ചിരിക്കും, കുറെ നേരം നിലത്ത് കിടന്ന് ഉരുളും, മണ്ണുവാരി തലയിലിടും, മുഴുവട്ടനായി. ഇത് കണ്ട 3ാമത്തെ ഗുണ്ടയ്ക്ക് കാര്യം മനസ്സിലായി, ഈ ദൈവം ജീവനുള്ള ദൈവമാ. മനസ്സിലാക്കുന്നവർ കരമുയർത്തി ഹല്ലേലൂയ പറയാം.
എന്നെയും വെറുതെ വിടത്തില്ല. അഭിഷിക്തനെ അടിച്ച് അരമണിക്കൂറായില്ല, ബസ് സ്റ്റാൻഡ് വിട്ടില്ല. ഒരുത്തൻ ഭൂമി വിട്ടു, മറ്റവൻ ഭ്രാന്തനായി. ഇത് കണ്ട മൂന്നാമത്തവൻ കിലുകില വിറച്ച് ആ പാവം ഊഴിയക്കാരന്റെ പിൻപേ ഓടി അദ്ദേഹത്തിന്റെ കാൽക്കൽ ചെന്ന് വീണ് കെട്ടിപ്പിടിച്ചു, മന്നിക്കണം, എന്നോട് മന്നിക്കണം, ഞാനും മരിച്ചു പോകുമെന്ന് അലറിക്കരയാൻ തുടങ്ങി. ആ അഭിഷിക്തൻ ഈ മകന് രക്ഷാവാചകം ചൊല്ലിക്കൊടുത്തു. സ്തോത്രം. യേശുവിന്റെ സ്നേഹത്തെ പറഞ്ഞു കൊടുത്തു. ആ മൂന്നാമത്തെ റൗഡി പൊട്ടിക്കരഞ്ഞ് പാപമേറ്റ് പറഞ്ഞ് യേശുവിനെ തന്റെ രക്ഷിതാവായി സ്വീകരിച്ചു. ജ്ഞാനസ്നാനമെടുത്തു. ആ മൂന്നാമത്തെ ഗുണ്ട ഇന്ന് ആന്ധ്രയിൽ ഒരു മിഷണറിയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, അടിയും ഇടിയും കൊള്ളുമ്പോഴും കേസിനും കൂട്ടത്തിനും പോകാതെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവന് മുമ്പിൽ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ബ്രാഹ്മൺ വിശ്വസിക്കുന്നവർ കരമടിച്ച് ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് എത്ര പീഡനങ്ങൾ വന്നാലും ദൈവകുഞ്ഞുങ്ങൾ മിണ്ടാതിരിക്കുന്നത്. നിങ്ങൾ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്നറിയാനാ വിശുദ്ധ ബൈബിളിൽ പറയുന്നത്. ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കാം. സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയരെ, ഏത് ശത്രുവിന് വേണ്ടിയും എത്ര ഉപദ്രവിച്ചവരായാലും അവര് മാനസാന്തരത്തോടെ വന്നാൽ ഭക്തന്മാർ പ്രാർത്ഥിക്കുന്നതിന്റെ കാരണം ശത്രുക്കളെ സ്നേഹിക്കണമെന്ന് യേശു പഠിപ്പിച്ച മാതൃക കൊണ്ടാണ്. അത് തന്നെയാണ് സ്തെഫാനോസ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് പൗലോസ് അപ്പോസ്തലനും. അപ്പോസ്തല പ്രവൃത്തികൾ 26-ാം അധ്യായം 28, 29 വാക്യങ്ങളിൽ ഇതേ കാര്യം തന്നെയാണ് സ്തോത്രം ആമൻ കൊടുത്തിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലനും ഇതേ കാര്യമാണ് പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 26-ാം അധ്യായം അതിന്റെ 28ഉം 29 വായിച്ചുകൊള്ളൂ. அப்பொழுது அகிரிப்பா பவுலை நோக்கி, நான் கிறிஸ்தவன் ஆகிறதற்கு கொஞ்சம் குறைய நீ என்னை சம்மதிக்க பண்ணுகிறாய் என்றான். அதற்கு பவுல், நீர் மாத்திரமல்ல, இன்று என் வசனத்தை கேட்கிற யாவரும் கொஞ்சம் குறைய மாத்திரமல்ல, இந்த கட்டுகள் தவிர முழுவதும் என்னை போல ஆகும்படி. வாக்கு சத்திக்கணும். இந்த கட்டுகள் தவிர, இந்த கட்டுகள் தவிர മുഴുവതും എന്നെ പോലാകുമ്പടി ദേവനെ വേണ്ടിக் കൊള്ളുകയും. അഗ്രിപ്പാ രാജാവിന് മുമ്പിൽ ഒരു കള്ളനെ പോലെ ബന്ധിക്കപ്പെട്ടവനായി അപ്പോസ്തലനായി പൗലോസ് നിൽക്കുമ്പോൾ ശക്തമായി യേശുക്രിസ്തുവിന്റെ സുവിശേഷം രാജാവിന് മുമ്പിൽ പൗൽ അറിയിക്കുമ്പോൾ രാജാവ് പറയുക, നീയും എന്നെ ക്രിസ്ത്യാനിയാക്കാൻ നോക്കുകയാണോ? ഉടനെ പൗലോസ് പറയും, നീ മാത്രമല്ല, ഈ പ്രസംഗം കേൾക്കുന്ന മുഴുവനും ഈ ചങ്ങല ഒഴികെ എന്നെ പോലെയാകുവാൻ ഞാൻ ആഗ്രഹിക്കുക. കാരണം യേശുവിലല്ലാതെ നിത്യജീവൻ ഇല്ല, രക്ഷയ്ക്ക് വേറെ ഒരു വഴിയില്ല. മനസ്സിലാക്കുന്നവർ കരമുയർത്തി ഹല്ലേലൂയ പറയും. അവിടെയും പൗൽ പറയുന്ന ഒരു ഭാഗമുണ്ട്, ഞാൻ വഹിക്കുന്ന ഈ ചങ്ങല മാത്രം നിങ്ങൾക്ക് വരണ്ട, ബാക്കി സകലത്തിലും എന്നെ വീണ്ടെടുത്ത ക്രിസ്തു നിങ്ങളിൽ വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചേർന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാം. അതാണ് ഈ മാർഗത്തിന്റെ പ്രത്യേകത. ആമേൻ. നമ്മൾ അനുഭവിക്കുന്ന വേദനകൾ ആർക്കും വരരുതേ. ആമേൻ. അതുകൊണ്ട് അഭിഷിക്തന്മാർ ദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, മദ്യപാനികൾക്ക് മാനസാന്തരം കൊടുക്കണമേ, കുടുംബങ്ങളിൽ സമാധാനം വരുത്തണമേ, ഞങ്ങളുടെ ദേശത്തിൽ രക്ഷിപ്പ് തരണമേ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട ഞങ്ങളുടെ വാലിബ പിള്ളകളെ മടക്കി തരണമേ. അവർ നിലവിളിക്കുന്നത് യേശു പഠിപ്പിച്ചത് കൊണ്ടാ. ചേർന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഇതുപോലൊരു ദൈവം ഈ ഉലകത്തിൽ ഇല്ല. സ്തോത്രം. അവൻ പണ്ടൊരു കർത്തൃദാസൻ തമിഴിൽ പാടിയിട്ടില്ലേ, ഒരു കുറ്റം കൂടി ചെയ്യാത്ത ഒരേ ഒരു ദൈവം യേശു മട്ടും താൻ, യേശു മട്ടും താൻ. ആമേൻ. എതിരികൾക്കായി ഉയരയെ കൊടുത്ത ഒരേ ഒരു ദൈവം യേശു മട്ടും താൻ, യേശു മട്ടും താൻ. ഒരു കുറ്റം കൂടെ ചെയ്യാതെ ഒരേ ഒരു ദൈവം യേശു മട്ടും താൻ, യേശു മട്ടും താൻ. തന്നെതിരികൾക്കായി ഉയരയെ കൊടുത്ത ഒരേ ഒരു ദൈവം യേശു മട്ടും താൻ, യേശു മട്ടും താൻ. ഒരു കുറ്റം കൂടെ ചെയ്യാതെ ഒരേ ഒരു ദൈവം യേശു മട്ടും താൻ, യേശു മട്ടും താൻ. എതിരികൾക്കായി ഉയരയെ കൊടുത്ത ഒരേ ഒരു ദൈവം യേശു മട്ടും താൻ, യേശു മട്ടും താൻ. എങ്ങും நிறைந்த எல்லாம் அறிந்த எல்லாம் வல்ல தெய்வம், எங்கும் நிறைந்த
எல்லாம் அறிந்த எல்லாம் வல்ல தெய்வம். ஆமென். உலகத்தை படைத்தவர், வணக்கத்துக்குரியவர் ஒரே ஒரு தெய்வம். உலகத்தை படைத்தவர், வணக்கத்துக்குரியவர் ஒரே ஒரு தெய்வம். ஒரு குற்றம் கூட, ஒரு குற்றம் கூட, ஒரு குற்றம் கூட செய்யாத ஒரே ஒரு தெய்வம். ஆமென். இயேசு மட்டும்தான், நம் இயேசு மட்டும்தான். தன் எதிரிகளுக்காய் உயிரையே கொடுத்த ஒரே ஒரு தெய்வம். இயேசு மட்டும்தான், நம் இயேசு மட்டும்தான். ஒரு குற்றம் கூட செய்யாத ஒரே ஒரு தெய்வம். ஹல்லேலூயா. இயேசு மட்டும்தான், நம் இயேசு மட்டும்தான். தன் எதிரிகளுக்காய் உயிரையே கொடுத்த ஒரே ஒரு தெய்வம். ஆமென். இயேசு மட்டும்தான், நம் இயேசு மட்டும்தான். ഹല്ലേലൂയ. നമ്മുടെ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. സ്തോത്രം. ആമേൻ. ദൈവമക്കളെ, ആമേൻ. അതിപ്രധാനമായ ഒരു രണ്ട് കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കാം. സ്തോത്രം. മത്തായി എഴുതിയ സുവിശേഷം തന്നെ 26-ാം അധ്യായം അതിന്റെ 38-ാമത്തെ വാക്യം. മത്തായി 26-ാം അധ്യായം 38-ാമത്തെ വാക്യം. அப்பொழுது அவர் என் ஆத்துமா மரணத்துக்கு ஏதுவான துக்கம் கொண்டிருக்கிறது, நீங்கள் இங்கே தங்கி என்னோட கூட விழித்திருங்கள் என்று சொல்லி சற்று அப்புறம் போய் முகம் குப்புற விழுந்து, என் பிதாவே, இந்த பாத்திரம் என்னை விட்டு நீங்க கூடுமானால் நீங்கும்படி செய்யும், ஆகிலும் என் சித்தத்தின்படி அல்ல, உம்முடைய சித்தத்தின்படியே ஆக கடவது என்று ജപം പണിനാർ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനാ ജീവിതം പഠിക്കുമ്പോൾ ഒരു പരീക്ഷ വെളിപ്പെട്ടാൽ യേശു പ്രാർത്ഥിക്കുമായിരുന്നു. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവർക്ക് വരാനിരിക്കുന്നത് വെളിപ്പെടും. സ്തോത്രം. വെളിപ്പെട്ട് കഴിഞ്ഞാൽ സ്തോത്രം, യേശുവിന്റെ പ്രത്യേകത, താൻ അടങ്ങിയിരിക്കില്ല, ശക്തമായി താൻ പ്രാർത്ഥിക്കുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇതേ കാര്യം തന്നെ ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 39 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിലും വായിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്ന് വായിക്കാമോ? ലൂക്കോസ് എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 39 മുതൽ 44 വരെയുള്ള വചനങ്ങൾ വായിച്ചാലും. பின்பு அவர் புறப்பட்டு வழக்கத்தின்படியே ஒலிவ மலைக்கு போனார். அவருடைய சீஷரும் அவரோட கூட போனார்கள். அவ்விடத்தில் சேர்ந்த பொழுது அவர் அவர்களை நோக்கி, நீங்கள் சோதனைக்குட்படாதபடிக்கு ஜெபம் பண்ணுங்கள் என்று சொல்லி அவர்களை விட்டு கல்லறி தூரம் அப்புறம் போய் முழங்கால் படியிட்டு, பிதாவே, உமக்கு சித்தமானால் இந்த பாத்திரம் என்னை விட்டு நீங்கும்படி செய்யும், ஆயினும் என்னுடைய சித்தத்தின்படி அல்ல, உம்முடைய சித்தத்தின்படியே ஆக கடவது என்று ஜெபம் பண்ணினார். அப்பொழுது வானத்திலிருந்து ஒரு தூதன் தோன்றி அவரை பலப்படுத்தினான். அவர் மிகவும் வியாகுலப்பட்டு அதிக ஊக்கத்தோட ஜெபம் பண்ணினார். அவருடைய வேர்வை இரத்தத்தின் பெருந்துளிகளாய் தரையிலே விழுந்தது. ഈ വാക്ക് ശ്രദ്ധിക്കണം. പിന്നെ യേശു പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്തു വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ, ഒരു മനുഷ്യന്റെ വിയർപ്പ് കൂപങ്ങളിൽ നിന്ന് രക്തത്തുള്ളികൾ വരണമെങ്കിൽ അത്രയും വലിയ പ്രഷർ, അത്രയും ഹയറായ ഒരു ഭാരം അവന്റെ ജീവിതത്തിൽ വന്നാൽ മാത്രമേ അത് വരത്തുള്ളൂ. സ്തോത്രം. ഗത്സമന തോട്ടത്തിൽ കർത്താവ് പ്രാർത്ഥിക്കുമ്പോ യേശുവിന്റെ വിയർപ്പ് കൂപങ്ങളിലൂടെ രക്തത്തുള്ളികൾ പുറത്തു വന്നെങ്കിൽ എത്ര ഭാരത്തോടെയാ യേശു പ്രാർത്ഥിച്ചേ. കാരണം യേശുവിന് അറിയാമായിരുന്നു തനിക്ക് എന്താണ് വരാൻ പോകുന്നതെന്ന്. ഇത് ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് അവര് പ്രാർത്ഥിച്ചില്ല, അവര് കിടന്നുറങ്ങി. അപ്പൊ യേശു പറഞ്ഞു, ഒരു ഇച്ചിരി നേരമെങ്കിലും ഉണർന്നിരിക്കാൻ പറ്റത്തില്ലേ? എന്ന് പറഞ്ഞു പിന്നെയും കിടന്നുറങ്ങി. പക്ഷെ യേശുവിന് ഉറങ്ങാൻ കഴിയില്ല. കാരണം യേശുവിന് അറിയാമായിരുന്നു, ഈ പ്രാർത്ഥനകൾ കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റ് പുറപ്പെട്ടാൽ കള്ളന്മാർ വന്ന് എന്നെ പിടിക്കും. ഞാൻ സ്നേഹിച്ച എന്റെ അരുമ ശിഷ്യന്മാർ ആ സമയം എന്നെ വിട്ട് മാറിപ്പോകും. ദുഷ്ടന്മാർ എന്നെ പിടിച്ച് അധികാരസ്ഥന്മാരുടെ അടുക്കൽ കൊണ്ടുപോകും. ഹന്നാസും കയ്യഫാവും ഹെരോദാവും സന്നദ്രീൻ സംഘവും പുരോഹിത വർഗത്തിന്റെ അടുക്കൽ 5 കോടതികളിൽ 7 പ്രാവശ്യം മാറി മാറി എന്നെ വിസ്തരിക്കും. അവരെല്ലാം എന്നെ വെറുതെ വിടാൻ തീരുമാനിച്ചാലും
ഈ ദുഷ്ട മനുഷ്യരനെ വെറുതെ വിടുകയില്ലെന്ന് യേശുവിനെ വെളിപ്പെട്ടു. യേശുവിന് അറിയാമായിരുന്നു അവരെന്റെ വസ്ത്രം പറിച്ചു ഉരിഞ്ഞു കളയും. മുള്ളുകൊണ്ട് വലിയ കിരീടമുണ്ടാക്കി എന്റെ തലമേൽ വെച്ച് ആ മുള്ള് എന്റെ ശിരസിൽ ആഴ്ന്നിറങ്ങും അളവിൽ കോലുകൊണ്ട് അവർ അടിച്ചു താഴ്ത്തും. മുഷ്ടി ചുരുട്ടി അവരെന്നെ കുത്തും, കാർക്കിച്ചെന്റെ മുഖത്ത് തുപ്പും. റോമൻ നാണയം ഉപയോഗിച്ച് എന്റെ താടി രോമങ്ങൾ അവർ പിഴുതെടുക്കും. ഇതുകൊണ്ട് കലി തീരാത്ത ദുഷ്ടന്മാർ നഗ്നനാക്കിയ എന്നെ വില്ലുപോലെ വളച്ചു നിർത്തി ബന്ധിച്ച് ചൂണ്ടക്കൊളുത്തുകളും ഈയക്കട്ടികളും കുപ്പിച്ചിൽ കഷണങ്ങൾ പോലെയുള്ള കൂർത്ത് മൂർത്ത വസ്തുക്കൾ കോർത്തിണക്കിയ ചാട്ടവാറുകൊണ്ട് എന്റെ പുറമടിച്ച് ഉഴവുചാൽ പോലെ അവർ കീറും. അവിടെയും കലി തീരാത്ത ദുഷ്ടന്മാർ എന്നേക്കാൾ ഭാരമേറിയ കുരിശന്മേൽ വെച്ച് കെട്ടി വീണും വേച്ചും ഗോൽഗോഥ മലയോളം ഞാൻ നടക്കേണ്ടി വരും. ആ കാൽവറി മലയിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ പെരുങ്കള്ളനായി ആകാശത്തിനും ഭൂമിക്കും മധ്യേ അനേക മണിക്കൂറുകൾ ഞാൻ തൂങ്ങിക്കിടക്കേണ്ടി വരും. കാരിരും ബാണികൾ കൊണ്ട് ആ കുരിശോട് ചേർത്തവരെന്നെ അടിക്കുമ്പോ ആ പ്രാണവേദനയിൽ ഞാൻ പിടയേണ്ടി വരും. ആ സമയം എനിക്ക് ദാഹിക്കുമ്പോൾ കയ്പ് കലക്കിയ പുളിച്ച വീഞ്ഞവർ എനിക്ക് കുടിക്കാനായി തരും. എന്നിട്ടും കലിയടങ്ങാത്ത ദുഷ്ടന്മാർ എന്റെ വിലാപ്പുറം കുന്തം കൊണ്ട് കുത്തിത്തുരക്കുമ്പോൾ ഇനി ഒരു തുള്ളി ചോര അതിൽ നിന്ന് പായുവാനില്ലാത്തത് കൊണ്ട് വെള്ളം കൂടി എന്റെ മുറിവുകളിൽ നിന്ന് ഒഴുകിപ്പോകും. ഇതെല്ലാം വെളിപ്പെട്ട് കഴിഞ്ഞപ്പോൾ യേശുവിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചു. തന്റെ വിയർപ്പ് കൂപങ്ങളിൽ രക്തമൊഴുകും അളവിൽ താൻ പ്രാണവേദനയിൽ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് എന്താ സംഭവിച്ച ദൈവമക്കളെ? മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കാൻ കഴിയാതെ പോയി. കരമുയർത്തെ കർത്താവിന് മഹത്വം കൊടുക്കുക. ഞാൻ ഈ പറഞ്ഞ സകല പാടുകളും അരിമനാഥനാകുന്ന യേശുവിനെ പെടുത്തിയിട്ടും ലൂസിഫറിന് യേശുവിനെ ജയിക്കാനായി കഴിഞ്ഞില്ല. മുഴുവൻ ഉലകത്തെയും മുഴുവൻ മാനവകുലത്തെയും തനിക്കായി ഒരുക്കിയിരിക്കുന്ന അഗ്നി നരകത്തിലേക്ക്, തീക്കുണ്ടത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുവാൻ പങ്കപ്പാടെടുത്തു നിന്ന പിശാചിന്റെ തലയെ യേശു കർത്താവ് ചതച്ചുകൊണ്ട് മരണത്തെ ജയിച്ചുകൊണ്ട് റോമൻ ഇമ്പീരിയൽ മുദ്രകളെയും കല്ലറകളെയും ഭേദിച്ചുകൊണ്ട് ഇങ്ങനെ മരിച്ച കർത്താവ് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. മരണമേ നിന്റെ ജയം അത് എവിടെയാ? മരണമേ നിന്റെ വിഷയമുള്ളവിടെ എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞങ്ങൾ ഈ കൺവെൻഷൻ നടത്തി ആ യേശുവിനെ ഉയർത്തുമ്പോൾ സ്നേഹിത, നിനക്ക് വേണ്ടിയാണ് ആ മാർബ് കുത്തി തുളച്ചത്. നിനക്ക് വേണ്ടിയാണ് ആ ചോര ഊറ്റിയത്. നീ ഇനി ആടിന്റെ കോഴിയുടെ ചോര കൊടുക്കണ്ട. നീ ഇനി പൂവും പൂജയും കൊടുക്കണ്ട. നിനക്ക് വേണ്ടി ഒരുവൻ സകലതും കാൽവറിയിൽ നിവർത്തിച്ചു കഴിഞ്ഞു. ഇന്ന് രാത്രി ഇത് കേൾക്കുന്ന സഹോദര സഹോദരി, കുഞ്ഞേ, നിന്റെ ഹൃദയം യേശുവിന് കൊട്. ആ പരിശുദ്ധ രക്തം നിന്നെ കഴുകും, നിന്നെ ഒരു ദൈവ പൈതലാക്കും. മനസ്സിലാകുന്നവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയും. ഇവളോ പാടുകൾ യേശുവിന് സഹിക്കേണ്ടി വന്നിട്ടും ഒരു ദൂഷണ വാക്കുകൾ പോലും ഉച്ചരിക്കാതെ പിതാവ് തന്നെ ഏൽപ്പിച്ച് ആ പരമയാഗം നിവർത്തിച്ച് സകലത്തിന്മേലും അധികാരിയായി യേശു ഉയരാൻ കാരണം പ്രാർത്ഥന. മനസ്സിലാകുന്നവർ കരമുയർത്തി ഹല്ലേലൂയ പറയും. ഒരു പരീക്ഷ വെളിപ്പെട്ടാൽ യേശു പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്ന് രാത്രി ഈ ദേശത്തിലുള്ള പ്രിയരെ, രക്ഷയ്ക്കുള്ള ഏക വഴി ആ യേശു മാത്രമാണ്. പൈസ ഒരുപാട് കുമിഞ്ഞുകൂടിയിട്ട് അത് ചേർത്ത് വെക്കാൻ ഇടയില്ലാത്തത് കൊണ്ടല്ല ഇന്ന് രാത്രി ഞങ്ങൾ ഈ കൂട്ടവിടെ നടത്തുന്നേ. ഇല്ലാത്ത പൈസകൾ ആമേൻ എങ്ങനെയെങ്കിലും സ്തോത്രത്തോടെ കളക്ട് ചെയ്ത് വിശ്വാസത്താൽ ഈ ദേശത്തിൽ ഞങ്ങൾ ഈ ലൈറ്റും വെച്ച് ഈ സ്പീക്കറും വെച്ച് ഈ സുവിശേഷം അറിയിക്കുന്നത് ഒരു കുഞ്ഞു പോലും അഗ്നി നരകത്തിൽ വീഴരുത്. രക്ഷയ്ക്കുള്ള ഏക വഴി യേശു മാത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ യേശുവിനെ വിളിക്കുന്നവർ മുഴുവൻ രക്ഷിക്കപ്പെടുമെന്ന് വിശുദ്ധ ബൈബിളിലുണ്ട്. അതുകൊണ്ട് ഇതുവരെയും യേശുവിനെ അറിയാത്തൊരു ദൈവ പൈതലാണെന്ന് എങ്കിൽ ആ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക്
ഈ മെസ്സേജിൽ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. നിന്റെ ഹൃദയം യേശുവിനെ കൊടുത്ത് കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു വരൂ. നിന്റെ ജീവിതത്തെ ദൈവം മാറ്റിമറിക്കും. സന്തോഷമുള്ളവർ കരമുയർത്തി ഹല്ലേലൂയ പറയാം. അപ്പൊ യേശു കർത്താവിന്റെ പരമയാഗം യേശു ജയിച്ചു. കാരണം പ്രാർത്ഥന. യേശുവിനത് വെളിപ്പെട്ടു. അതുകൊണ്ട് ദൈവകുഞ്ഞുങ്ങളെ, ആ യേശുവിന്റെ മക്കളാകുന്ന നമ്മളും പരിശുദ്ധാത്മ നിറവിൽ പ്രാർത്ഥിച്ചാൽ നമുക്കും വരാനിരിക്കുന്നത് ദൈവം വെളിപ്പെടുത്തും. ഞാനൊരു അനുഭവം കൂടി ഇത്തരണത്തിൽ നിങ്ങളോട് പങ്കുവെച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരുങ്ങാമെന്ന് നിശ്ചയിക്കുകയാണ്. സ്തോത്രം. അതായത് പ്രിയപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ, സ്തോത്രം, എൻ്റെ പ്രിയ വൈഫിന്റെ പ്രിയ അമ്മ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു മാതാവാ. സ്തോത്രം. എൻ്റെ മമ്മിയും ഒരു കാലത്ത് കണ്ണീരൊഴുക്കിയതിൻ്റെ ഒക്കെ ഒരു ഫലമാണ് ഞാൻ നിങ്ങളുടെ നടുവിൽ നിൽക്കുന്നത്. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾ നമുക്കൊരു അനുഗ്രഹമാണ്. കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കാം. സ്തോത്രം. അപ്പോ ഈ അമ്മ എപ്പോഴും പാത്രം കഴുകുമ്പോഴും തൂത്തുവാരുന്ന സമയത്തൊക്കെ ഇങ്ങനെ അന്യഭാഷ പറഞ്ഞും പാട്ട് പാടിയൊക്കെ നടക്കുന്ന പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഒരു ദിവസം അമ്മ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോ പാട്ടൊക്കെ പാടി അന്യഭാഷയൊക്കെ പറഞ്ഞിങ്ങനെ പാത്രം കഴുകിക്കൊണ്ടിരിക്കാം. അമ്മയുടെ അകത്തൊരു ചിന്ത വരിക. ആക്സിഡന്റ് ഉണ്ടാകുന്നു, വെള്ള പുതപ്പിച്ച് ഡെഡ് ബോഡി വീടിനകത്ത് വരുന്നു. ഇങ്ങനെ ഒരു കാഴ്ച അമ്മ കാണുക. ഹൃദയത്തിൽ അങ്ങനെ ഒരു ചിന്ത പൊങ്ങി വരിക. അമ്മയ്ക്ക് വലിയ ഭാരം തോന്നി. ഉടനെ എൻ്റെ വൈഫ് അവിടെ നിൽക്കുന്നുണ്ട്. അവളോട് പറഞ്ഞു, മോളെ, അപകടമുണ്ടാകുന്നു, വെള്ള പുതപ്പിച്ച് നമ്മുടെ മുറ്റത്ത് ഡെഡ് ബോഡി വെക്കുന്ന പോലെ ഒരു കാഴ്ച കാണുന്നല്ലോ. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാനായി പോവുക. പകുതി കഴുകിയ പാത്രം അവിടെ ഇട്ട് കൈ കഴുകി അമ്മ പ്രാർത്ഥിക്കാനായി പോയി മുട്ടുകുത്തി. ആ പാത്രം കഴുകി തീരട്ടെ എന്ന് പോലും വിചാരിച്ചില്ല. വൈഫിനോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ബാക്കി കഴുകിക്കോളാം, നീ ഇനിയിപ്പോൾ അത് കഴുകാനൊന്നും നിൽക്കണ്ട, പക്ഷെ എനിക്കിപ്പോൾ തന്നെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് പോയി അമ്മ മുട്ടുകുത്തുക. 3 അപകടമാണ് ആ പ്രാർത്ഥനാ സമയം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത്. അതിലൊന്ന്, അന്ന് ഞാന് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാട്ടോ ഇത്, മൂവാറ്റുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പെരുമ്പാവൂർ റൂട്ടില് ഞാൻ ഇതുപോലെ MC റോഡിലൂടെ ബൈക്കിൽ ഇങ്ങനെ പോവുമായിരുന്നു. പുല്ലുവഴി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ എത്തിയ സമയത്ത് ഒരു ടോറസ് ലോറി വേറൊരു ടോറസ് ലോറി ഓവർടേക്ക് ചെയ്ത് വരിക. എന്റെ നെഞ്ചിന് നേരെ ആ വാഹനം ഓവർടേക്ക് ചെയ്ത് ചീറിപ്പാഞ്ഞ് വരുന്നത് കണ്ടപ്പോൾ പന്തികേട് തോന്നിയത് കൊണ്ട് ഞാൻ റോഡ് സൈഡിലേക്ക് മാക്സിമം വണ്ടി ഒതുക്കിയാണ് പോകുന്നത്. എന്നിട്ടും അതെന്റെ നെഞ്ചോടടുക്കുമ്പോൾ വണ്ടി ചവിട്ടി നിർത്തി. ഇനി ഒതുക്കാൻ ഇടമില്ല. ഞാനിങ്ങനെ ചെരിച്ചു പിടിച്ചു. എന്നിട്ടും അതെന്റെ നെഞ്ചോട് തന്നെ അടുക്കുമ്പോൾ കണ്ണിറുക്കി അടച്ച് യേശുവേ എന്നൊരു വിളി വിളിച്ചു. ഇതൊക്കെ സെക്കൻഡുകൾ കൊണ്ട് നടക്കുന്ന കാര്യമാണ്. ഞാനോട് തന്നെ തട്ടി തീർത്തിട്ട് പോയെന്ന്. ആ വിളിച്ച ആ ഒരു സ്പാർക്ക് ഓഫ് ടൈമിൽ ആ വണ്ടി വെട്ടിത്തിരിഞ്ഞു. എന്റെ ഷർട്ടയിൽ മാത്രം ഒന്ന് ടച്ച് ചെയ്തു, അതങ്ങ് മാറി. ഒരു 4 ഇഞ്ച് കയറിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇവിടെ നിൽക്കത്തില്ല. കുറെ സമയത്തെ കാലിൽ വിറയ്ക്കുന്ന പോലെ വിറച്ചുപോയി. ഞാൻ ഫോൺ എടുത്തു, വൈഫിനെ വിളിച്ചപ്പോൾ അവള് പറഞ്ഞു, പേടിക്കണ്ട, ആക്സിഡന്റ് ഉണ്ടാകുന്നെന്ന് പറഞ്ഞ് പകുതി കഴുകിയ പാത്രം അവിടെ ഇട്ട് അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോ ചേർന്ന ദൈവത്തിന് മഹത്വം കൊടുക്കുക. ദൈവമക്കളെ, എന്റെ ഫോൺ കട്ട് ചെയ്ത ഉടനെ അളിയന്റെ ഫോൺ വരിക. അവനെന്ന് ട്രിവാൻഡ്രം സെക്രട്ടേറിയറ്റിൽ അവന് ജോലിയുണ്ട്. അപ്പോ സെക്രട്ടേറിയറ്റിലെ ജോലി കഴിഞ്ഞേച്ച് നെയ്യാറ്റിങ്കര ഭാഗത്തേക്ക് അവൻ വണ്ടി ഓടിച്ചു വരിക. അപ്പൊ ഈ ബാലരാമപുരം എന്ന് പറയുന്ന ആ സ്ഥലത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, എപ്പോഴും ബ്ലോക്ക്. അവിടെ ഇപ്പൊ പോയാലും അവിടെ ഒന്ന് കടന്നു കിട്ടാൻ വലിയ ഭാരമാണ്. അന്ന് ഹൈവേയുടെ പണി പ്രാവച്ചമ്പലം വരെയായിരുന്നു ആയിട്ടുള്ളൂ. അപ്പൊ ഈ ബാലരാമപുരത്ത് എത്തിയപ്പോ ഇവന്റെ മുമ്പിൽ പോയൊരു വാഹനം സഡൻ ബ്രേക്ക് ഇട്ടു. ഇവനും ബ്രേക്ക് ഇട്ടു. പക്ഷെ പെട്ടെന്ന് എന്തോ ബ്രേക്ക് കിട്ടിയില്ല. വണ്ടി സ്കിഡായി. ഇവൻ നേരെ റോട്ടിലേക്ക് മറിഞ്ഞു വീണു. നിങ്ങൾക്കറിയാമല്ലോ, 24 മണിക്കൂറും ഹെവി ഗുഡ്സുകളും ലോറികളും പാസ് ചെയ്യുന്ന റൂട്ടാണത്. എപ്പോഴും 2 ട്രാക്കും ഫില്ലാണ്. സ്തോത്രം. ദൈവകുഞ്ഞുങ്ങളെ, അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്ന പ്രാവച്ചമ്പലം മുതൽ വഴിമുക്ക് വരെയുള്ള സമയം ബ്ലോക്ക് കഴിയത്തേയില്ല. അങ്ങനെ വണ്ടികൾ നിൽക്കുന്ന സമയമാണ്. പക്ഷെ ഇവൻ തെറിച്ചു വീണ ആ ഒരു സമയം അവന്റെ മറ്റേ ട്രാക്കിൽ ഒരു വാഹനമില്ലാതെ ഒരു ഗ്യാപ്പ് നിന്നിരുന്നു. അപ്പുറത്ത് വാഹനം നിൽക്കുന്നു, ഇപ്പുറത്ത് നിൽക്കുന്നു. വീണ സമയം ഒരു ഗ്യാപ്പ് അവിടെ ദൈവം സൃഷ്ടിച്ചു. അതുകൊണ്ട് അവൻ ജീവനോടെ രക്ഷപ്പെട്ടില്ല. ഏതെങ്കിലും ലോറിയുടെ അടിയിലേക്ക് അവൻ കയറും. പ്രിയപ്പെട്ടവരെ, ഓടി ആളുകൾ വന്നു, അവനെ പിടിച്ചു മാറ്റിയിരിക്കുന്ന വെള്ളമൊക്കെ കൊടുത്തെല്ലാം കഴിഞ്ഞിട്ട് ഇവനും വിറച്ചുകൊണ്ട് ഫോൺ വിളിച്ചു.
അപ്പൊ അമ്മയുടെ നമ്പറിലാണ് വിളിക്കുന്നത്. അമ്മ പ്രാർത്ഥിക്കുകയായതുകൊണ്ട് എൻ്റെ വൈഫാണ് ഫോൺ എടുത്ത ആ സമയത്ത്. എന്നാ ഏട്ടാന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ ഒരു അപകടം ഉണ്ടായെന്ന് പറഞ്ഞു. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, ഒന്നും പറ്റിയില്ല എന്ന് പറഞ്ഞു. ഉടനെ അവള് പറഞ്ഞു ആക്സിഡന്റ് ഉണ്ടാകുന്നെന്ന് പറഞ്ഞ് പകുതി കഴുകിയ പാത്രം അവിടെ ഇട്ട് അമ്മ പ്രാർത്ഥിക്കുക, ചേട്ടൻ വിഷമിക്കണ്ടെഞ്ഞ് പോരെ, കരമുയർത്തി ഹല്ലേലൂയ പറയാ, സ്തോത്രം. ഈ ഫോൺ കട്ട് ചെയ്ത ഉടനെ മൂന്നാമത്തെ ഫോൺ. അന്ന് പപ്പ കൊല്ലത്ത് ഒരു ചെറിയ ജോലി ചെയ്യുന്നുണ്ട്. പപ്പയും ഇനിയൊരു കൂട്ടുകാരനും ഈ സെയിം ടൈം ചായ കുടിക്കാൻ വേണ്ടി, പകല് ജോലി കഴിഞ്ഞ് ചായ കുടിക്കാൻ ഇതേ സമയം അവര് രണ്ടുപേര് സ്കൂട്ടറില് ചായക്കടയിലേക്ക് പോകുന്ന സമയം ഓടിക്കൊണ്ടിരുന്ന സ്കൂട്ടറിന്റെ ബാക്ക് ടയർ പൊട്ടി. ദൈവമക്കളെ, ഒരു കുഴിയിൽ വീണില്ല, അല്ലെങ്കിൽ പ്രകോപനപരമായ വേറെ എതിരെന്ന് വണ്ടി വന്നിടിക്കുക ഒന്നും ചെയ്തല്ല. ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടത്തിനിടയിൽ ബാക്ക് ടയർ പൊട്ടി. സ്തോത്രം. വലിയൊരു പുകയും ശബ്ദവും, വണ്ടിയുടെ കൺട്രോൾ പോയി. ഇവർ രണ്ടുപേരും റോട്ടിലേക്ക് മറഞ്ഞു വീണു. കൃപയാൽ പപ്പയ്ക്കും ആ കൂട്ടുകാരനും ഒന്നും സംഭവിക്കാതെ ദൈവം കാത്തു. ഈ 3 ആക്സിഡന്റും ഒരേ വീട്ടിലാണ്, ഒരേ സമയത്താണ്. ഇതിന് ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പാണ് അവൻ അന്യഭാഷകളിൽ പാടി പ്രാർത്ഥിച്ച് പാത്രം കഴുകിക്കൊണ്ടിരുന്ന അമ്മയുടെ ഉള്ളത്തിൽ പ്രേരണ വരുന്നത്. വെള്ള പുതപ്പിച്ച് ഡെഡ് ബോഡി മുറ്റത്ത് വരുന്നു, പ്രാർത്ഥിക്ക് അവൻ ഈ പാത്രം കഴുകി തീരട്ടെ എന്ന് പോലും വെക്കാതെ മുഴങ്കാൽ മടക്കിയപ്പോ 3 സംഹാര ശക്തികളാണ് ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയതെങ്കിൽ ഒരു പരീക്ഷ വെളിപ്പെട്ടാൽ നീ പ്രാർത്ഥിക്ക്, അവൻ ശത്രുവിന്റെ കുരുതി കണ്ണുകളിൽ നിന്ന് ദൈവം നിന്നെ കാത്തുകൊള്ളും. പ്രത്യാശയുള്ളവർ കരമടിച്ച് ഇന്ന് രാത്രി ആത്മാവിൽ സ്തോത്രം ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാം. കണ്ടു, മലയാളത്തിലെ പണ്ടൊരു പാട്ടുണ്ട്, എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, കുഞ്ഞാടിന്റെ വിലയേറിയ ദിനത്തിൽ, കുഞ്ഞാടിന്റെ വിലയേറിയ നീളത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ, എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. ആനന്ദമേ പരമാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ, കനാൻ ജീവിതം എനിക്കാനന്ദമേ, കനാൻ ജീവിതം എനിക്കാനന്ദമേ, എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. ഫറവോനു ഞാനിനി അടിമയല്ല, ഫറവോനു ഞാനിനി അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി. മാരുവിലൻ ദൈവമെനിക്കധിപതിയേ, മാരുവിലൻ ദൈവമെനിക്കധിപതിയേ, തരുമവൻ പുതുമന്നാതു മതിയേ, തരുമവൻ പുതുമന്നാതു മതിയേ, എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു പോയി, സംഹാരദൂതൻ എന്നെ കടന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നവന് മുമ്പിൽ സംഹാര ശക്തികൾ കടന്നു പോകും. പ്രത്യാശയുള്ളവർ ചേർന്ന് ഹല്ലേലൂയ പറയും. ബലത്തോട് ഹല്ലേലൂയ പറയാം, ശക്തിയോട് ഹല്ലേലൂയ. അവസാനമായി ഒരേ ഒരു വാക്യം കൂടെ വായിച്ച് പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാം. സ്തോത്രം, ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇതും യേശുവിന്റെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി ആയിരുന്നു. ഇതുകൂടെ പ്രാർത്ഥിച്ച് നമ്മൾ അവസാനിപ്പിക്കുക. എബ്രായ ലേഖനം 5-ാം അധ്യായം അതിന്റെ 7-ാമത് വാക്യം. എബ്രായ ലേഖനം 5-ാം അധ്യായം
അതിന്റെ 7-ാമത് വാക്യം അതുകൂടെ വായിച്ചുകൊള്ളൂ. എബ്രായ ലേഖനം 5-ാം അധ്യായം 7-ാം വാക്യം. அவர் மாம்சத்தில் இருந்த நாட்களில் தம்மை மரணத்தினின்று ரட்சிக்க வல்லமையுள்ளவரை நோக்கி பலத்த சத்தத்தோடும் கண்ணீரோடும் விண்ணப்பம் பண்ணி வேண்டுதல் செய்து தமக்கு உண்டான பயபக்தி நிமித்தம் கேட்கப்பட்டு அவர் குமாரனாயிருந்தும் பட்ட பாடுகளினாலே கீழ்ப்படிதலை கற்றுக்கொண்டு தாம் பூரணரான பின்பு தமக்கு கீழ்ப்படுகிற யாவரும் நித்திய ரட்சிப்பை அடைவதற்கு காரணராகி மெல்கிசேதேக்கின் முறைமையின்படியான பிரதான ஆசாரியர் என்று ദേവനാലെ നാമം ധരിക്കപ്പെട്ടാർ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മലയാളം ബൈബിളിൽ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു, ക്രിസ്തു തന്റെ ഐഹിക ജീവകാലത്ത് തന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു. അപ്പോൾ യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയുടെ അടുത്ത പ്രത്യേകത ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും പ്രാർത്ഥിക്കും. ഇന്നുള്ള പുതിയ ഉപദേശക്കാര് പറയുന്ന അതൊന്നും വേണ്ടെന്നാ. യേശു പോലും കാണിച്ചു തന്നെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യുന്നതിന് എന്നാ അല്ലേ? ചേർന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി കർത്താവ് പ്രാർത്ഥിക്കുമായിരുന്നു. യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയിൽ കണ്ണുനീരുണ്ടായിരുന്നു, ഉറച്ച നിലവിളി ഉണ്ടായിരുന്നു. ആ ഹൃദയം നുറുങ്ങുമായിരുന്നു. നുറുങ്ങിയ ഹൃദയത്തിന് മാത്രമേ അങ്ങനെ കരയാൻ പറ്റത്തുള്ളൂ. കല്ല് പോലുള്ള മനസ്സിൽ നിന്ന് കണ്ണീര് വരില്ല. ചേർന്ന ദൈവത്തിന് മഹത്വം കൊടുക്കുക. സ്തോത്രം. ഒന്നുകിൽ സന്തോഷത്താൽ നിറയണം, ഇല്ലെങ്കിൽ ദുഃഖം കൊണ്ട് പിടയണം. ആ ഹൃദയത്തിൽ ഒരു അലിവ് വരുമ്പോഴാണ് ഈ കണ്ണ് നിറഞ്ഞൊഴുകുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിന്റെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതായിരുന്നു. ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും പ്രാർത്ഥിക്കും മാത്രമല്ല, ആ അപേക്ഷയാലും അഭയയാചനയാലും ഉത്തരം കിട്ടിയെന്നാണ് നമ്മൾ വായിച്ചത്. ചേർന്ന ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അതുകൊണ്ട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ, ഞാൻ ഈ സാക്ഷ്യങ്ങളൊക്കെ പണ്ടൊരിക്കൽ ഇവിടെ കാട്ടാക്കടയില്, എനിക്ക് തോന്നുന്നു ഒരു 3 വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു കൺവെൻഷനിൽ ഞാൻ ഈ സാക്ഷ്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒരു പാസ്റ്റർ അത് കേട്ടോണ്ടിരുന്നു. ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ആ പാസ്റ്റർ ഓടി എൻ്റെ അടുക്ക് വന്നേച്ച് പറഞ്ഞു, ദൈവദാസനെ, ഒത്തിരി അനുഭവങ്ങൾ പറയുന്ന കേട്ടല്ലോ, എനിക്കും അതൊരു ബലമായിരുന്നു. ഞാനൊരു അനുഭവം പറയട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്റ്ററെ പറയാൻ പറഞ്ഞു. ആ കർത്തൃദാസൻ പറഞ്ഞ അനുഭവം ഇതായിരുന്നു. പാസ്റ്ററെ, എനിക്കൊരു മകനുണ്ട്. അവൻ 8ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന സമയം അവന്റെ കാലിൽ ആണി കയറി. അത് പഴുത്തു, ടെറ്റ്നസ് ആയി. എന്ന് വെച്ചാൽ അത് പഴുത്തിട്ട് ടെറ്റ്നസ് എന്ന് പറയുന്ന ഒരു രോഗമായി അത് മാറി. പലയിടങ്ങളിൽ കൊണ്ടുപോയി മരുന്നുകൾ ചെയ്തിട്ട് ഫലിക്കാതെ അവസാനം മെഡിക്കൽ കോളേജിൽ ട്രിവാൻഡ്രത്ത് എത്തിക്കേണ്ടി വന്നു. ആദ്യത്തെ 3 ദിവസം രാവും പകലും അവനെ സ്തോത്രം മരുന്ന് കയറ്റിക്കൊണ്ടിരുന്നിട്ടും അവനൊരു വിടുതലും ഉണ്ടായില്ല. ബോധം വരെ നഷ്ടപ്പെട്ടു പോയി. ശരീരം മുഴുവൻ പോയിസൺ പാഞ്ഞു. ഏകദേശം 14 ദിവസത്തോളം വെന്റിലേറ്ററിലിട്ടു, ICUവിക്കകത്ത് പിന്നീട് ഇട്ടു. 13ാം ദിവസം ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, അവനെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞു, ഈ കുട്ടിയെ ഞങ്ങൾ വെന്റിലേറ്ററിൽ നിന്ന് ഊരാൻ പോവുകയാണ്. ഈ കുട്ടി മരിച്ചു. ബ്രെയിൻ ഒന്നും സെൻസ് ചെയ്യുന്നില്ല. വെന്റിലേറ്റർ കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് മാത്രം ഹൃദയമിടിക്കുന്നു. ഇനി ഇടാൻ പറ്റത്തില്ല. ഞങ്ങൾ വെന്റിലേറ്റർ ഊരുകയാണ്. ഉടനെ ആ പാസ്റ്റർ ഇങ്ങനെയാണ് ആ ഡോക്ടർ പറഞ്ഞു, ഡെഡ് ബോഡി കൊണ്ടുപോകാനുള്ള കാര്യമൊക്കെ ചെയ്തോളാൻ പറഞ്ഞു, ആംബുലൻസ് വിളിക്കുകയൊക്കെ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ നേരം ഈ ദൈവദാസൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, ഇന്ന് ഒരേ ഒരു രാത്രി കൂടി കൊച്ചിനെ അതിൽ തന്നെ ഇടാമോ? നാളെ രാവിലെ ഞാൻ എടുത്തുകൊള്ളാന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ശരി, ഇന്നൊരു ദിവസം കൂടെ ഇട്ടിരിക്കാമെന്ന് പറഞ്ഞു. ആ കർത്തൃദാസൻ, അദ്ദേഹം പറയുന്നത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ എന്റെ ഫോണില്. പ്രിയപ്പെട്ടവരെ, ആ ദൈവദാസൻ അന്ന് 60ഓളം പാസ്റ്റർമാരെ വിളിച്ചെന്ന്, തന്റെ സ്നേഹിതരായ 60ഓളം ദൈവദാസന്മാരെ അന്ന് വിളിച്ചു. എന്റെ കുഞ്ഞ് മരിച്ചു എന്നാ ഡോക്ടർ പറഞ്ഞേ. ഞാൻ അപേക്ഷിച്ചത് കൊണ്ട് ഇന്ന് ഒരു രാത്രി കൂടെ വെന്റിലേറ്ററിൽ ഇട്ടിട്ടുണ്ട്. നാളെ രാവിലെ മൂക്കി പഞ്ഞി വെച്ച് തന്നുവിടും. നാളെ വൈകുന്നേരം ഈ സമയത്തിന് മുമ്പ് എന്റെ കുഞ്ഞ് മണ്ണിനടിയിലാവും. എനിക്കത് താങ്ങാൻ പറ്റുന്നില്ല. ലാസറിനെ ഉയർപ്പിച്ചവനല്ലേ നമ്മുടെ ദൈവം. ഒരു നിമിഷം മതിയില്ലേ യേശുവിനെ പ്രവർത്തിക്കാൻ? എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമെന്ന് ചോദിച്ച സ്നേഹിതന്മാരായ 60 പാസ്റ്റേഴ്സിനെ മെസ്സേജ് കൈമാറി.
45 ദൈവദാസന്മാര് അവരവരുടെ വീടുകളിൽ ഈ വിഷയത്തിനായി മുട്ടുകുത്തി. എന്നാൽ 15 പാസ്റ്റർമാർ ഈ വിഷയം അറിഞ്ഞ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലേക്ക് വന്നു. അതിൽ 2 പേര് ഒരു പായം മേടിച്ചു കൊണ്ടുവന്നു. സ്തോത്രം. എന്നിട്ട് അവർ 15 പേര് ഒരുമിച്ച് ആ വെന്റിലേറ്റർ മുറിയുടെ ചേർന്ന് വരുന്ന ഒരു ഇടനാഴിക്കകത്ത് അതുങ്ങൾ ഒരുമിച്ച് മുട്ടുകുത്തി കരം കോർത്ത് ആ രാത്രി പ്രാർത്ഥന ഉയർത്തി. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. രാത്രി 2 മണിയായപ്പോൾ ആ കൊച്ചിനെ ചികിത്സിച്ച ഒരു ഹൈന്ദവ ഡോക്ടർ വന്നിട്ട് ഇവരെ വഴക്ക് പറഞ്ഞു. നിങ്ങൾ എന്തിനാണ് ബഹളം വെക്കുന്നത്? നിങ്ങളോട് പറഞ്ഞില്ലേ ആ കൊച്ചു മരിച്ചെന്ന്? നിങ്ങൾ ഇവിടെ കിടന്ന് ബഹളമുണ്ടാക്കിയ മരിച്ചവൻ ഉയർത്തു വരുവോ? നിങ്ങൾ ദൈവത്തെ കളിയാക്കുവാണോ? ഇവിടെ മറ്റു രോഗികളൊക്കെ ഉള്ളതാ, പോയി കിടന്നുറങ്ങ് എന്ന് പറഞ്ഞ് ആ ഡോക്ടർ വന്ന് ഇവരെ ഒരുപാട് വഴക്ക് പറഞ്ഞു. ആ സമയം അവർ മൗനം പാലിച്ചൊന്നും മിണ്ടിയില്ല. പക്ഷെ ഡോക്ടർ പോയപ്പോൾ വീണ്ടും പ്രാർത്ഥന തുടർന്നു. സ്തോത്രം. വെളുപ്പിനെ 5 മണിക്ക് സീനിയർ നേഴ്സ് ഇൻസ്പെക്ഷന് വന്നപ്പോൾ ഈ കുട്ടി ആ വെന്റിലേറ്ററിൽ കണ്ണു തുറന്നിരിക്കുന്നത് കണ്ടു. സ്തോത്രം. ഇന്ന് ഞാൻ നിങ്ങളോട് ഈ സാക്ഷ്യം പറയുമ്പോൾ അവൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. ഉറച്ച നിലവിളിയോട് കണ്ണുനീരോട് മുട്ടുകുത്താമെങ്കിൽ മരണക്കെട്ടുകളെ മഴിക്കുക ദൈവ സർവശക്തന. പ്രത്യാശയുള്ളവർ കരമടിച്ച ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി ഈ വചനങ്ങളെല്ലാം കേൾക്കുമ്പോൾ എനിക്കറിയാം അനേകരുടെ ഉള്ളത്തെ ദൈവം തുറക്കുക. ഒരുപാട് രോഗത്തിലും പ്രയാസത്തിലും ഇരിക്കുന്നവരുണ്ട് ഈ കൂട്ടത്തിൽ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഇന്ന് രാത്രി ആഗ്രഹിക്കുക. സ്തോത്രം. ആ വീഡിയോ ചെയ്യുന്ന ബ്രദറെ, അല്ലെ ഇവിടെ ഞാൻ ബ്രദറിനെ ഒന്ന് വിളിച്ചേ. സ്തോത്രം. ഉറങ്ങിപ്പോയോ? അല്ലേ? ഒരു 2-3 മിനിറ്റത്തേക്കൊന്ന് പൗസ് ചെയ്യാമോ? ഒരു കാര്യം ഒന്ന് കാണിച്ചു കൊടുക്കാൻ. ഓൺലൈനിൽ പോകണ്ട. നിങ്ങൾ മാത്രം ആമേൻ. ആ കരമുയർത്തിയവര്, ആ രോഗത്താൽ ഭാരപ്പെടുന്നവര് ലജ്ജകൂടരുത്. നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ധൈര്യമായി എഴുന്നേൽക്കുക, ധൈര്യമായി എഴുന്നേൽക്കുക. ഹല്ലേലൂയ. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ ഈ നല്ല ദൈവം, ആയിരക്കണക്കിന് ആളുകളെ തൊട്ട ദൈവം നിങ്ങളെ ഇന്ന് രാത്രി തൊടുമെന്ന് പ്രത്യാശയുണ്ടോ? സ്തോത്രം. എങ്കിൽ ഞാൻ ഇന്ന് ഈ രാത്രി ഒരു കാര്യം കൂടെ നിങ്ങളോടൊന്ന് അപേക്ഷിക്കട്ടെ. ദയവായി നിങ്ങൾക്ക് വേണ്ടി കരം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാം. കോയർ ടീം ഒരു പാട്ടെടുത്തോളൂ. സ്തോത്രം. ആമേൻ. ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ ആശപ്പെടുകയാണ്. അങ്ങോട്ട് വരുന്നത് പ്രയാസമായിരിക്കുമല്ലോ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഈ ഒരു രാത്രിയിലേക്ക് നിങ്ങൾ ഒന്ന് ഇങ്ങോട്ട് വരാമോ? എല്ലാവരും ആ ചെയർ വിട്ടൊന്ന് ഇറങ്ങി ഫ്രണ്ടിലേക്ക് ഓടി വന്നാട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് കരം വെച്ചൊന്ന് പ്രാർത്ഥിക്കാൻ ആശപ്പെടുക. ധൈര്യമായി ആ ചെയറിൽ നിൽക്കുന്ന ആരും ലജ്ജിക്കരുത്. നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് വന്നാട്ടെ. ഞാൻ ഒരു വാക്ക് നിങ്ങൾക്ക് വേണ്ടി കൈവച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. അമ്മൻ വേഗത്തിൽ വന്നാട്ടെ. ഇന്ന് രാത്രി യേശുവിന്റെ കരം നിങ്ങളെ തൊടും. ദൈവത്തിന്റെ മഹത്വം നിങ്ങൾക്കായി വെളിപ്പെടും. യേശുവിന്റെ തീ നിങ്ങളുടെ ശരീരത്തിൽ വ്യാപരിക്കും. കർത്താവ് നിങ്ങളോട് കരുണ കാണിക്കും. ദൈവത്തിന്റെ അഭിഷേകം ഇന്ന് രാത്രി നിങ്ങളെ സ്പർശിക്കും. ധൈര്യമായി മുന്നോട്ട് വന്നാലും ശീഘ്രമായി, വേഗമായി. ഹല്ലേലൂയ. നന്ദി യേശുവേ, നന്ദി യേശുവേ. ഇന്ന് രാത്രി ജനത്തോട് അവിടുന്ന് മനസ്സിലാൻ പോകുകയാൽ നന്ദി. വേഗം വന്നാട്ടെ. ഹല്ലേലൂയ. ഞാൻ നിന്നെ സൗഖ്യമാക്കും കർത്തൻ, ഞാൻ നിന്റെ സൗഖ്യദായകൻ, ഞാൻ നിന്നെ സൗഖ്യമാക്കും കർത്തൻ, ഞാൻ നിന്റെ സൗഖ്യദായകൻ. എൻ വചനത്തിൻ ആജ്ഞയാ നീ ഇപ്പോൾ സൗഖ്യം പ്രാപിക്ക. എൻ വചനത്തിൻ ആജ്ഞയാ നീ ഇപ്പോൾ സൗഖ്യം പ്രാപി. കണ്ണുകളെ തുറന്നാട്ടെ. നിങ്ങൾ വരേണ്ടതിനാണ് ഞാൻ ആ ഒരു 4 വരി പാടിയത്. ഇപ്പോ ഒരു നിമിഷം കണ്ണുകളെ തുറന്ന് നിങ്ങൾ നോക്കുക. നമ്മൾ നമ്മുടെ പാപങ്ങൾ യേശുവിന് മുമ്പിൽ ഏറ്റുപറയാൻ പോവാ. തെറ്റുകുറ്റങ്ങൾ കർത്താവിന് മുമ്പിൽ ഏറ്റുപറയാൻ പോവാ. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഒരു കുറച്ച് ഗ്യാപ്പിട്ട് നിൽക്കാമെങ്കിൽ എനിക്ക് നിങ്ങളുടെ ഇടയിൽ വന്നൊന്ന് പ്രാർത്ഥിക്കാൻ അത് സൗകര്യമായിരിക്കും. നമ്മൾ ആദ്യം നമ്മുടെ കുറവുകളൊക്കെ യേശുവിന് മുമ്പിൽ ഏറ്റുപറഞ്ഞ് കർത്താവിന്റെ രക്തം നിങ്ങളെ കഴുകുവാനും നിങ്ങൾക്ക് സൗഖ്യമുണ്ടാകുവാനും ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആശപ്പെടുന്നു. ഞങ്ങൾ അഭിഷിക്തന്മാരാരുമല്ല, യേശുവിന്റെ കരമാണ് ഇന്ന് രാത്രി നിങ്ങളെ തൊടുന്നത്. പ്രത്യാശയോടെ വന്ന നിങ്ങളെ ദൈവം വെറും കൈയോടെ അയക്കില്ല.
ഈ രാത്രി കൂട്ടം തീരുന്നതിന് മുമ്പ് ദൈവത്തിന്റെ സ്പർശനം നിങ്ങളുടെ മേൽ ഇന്ന് രാത്രി വെളിപ്പെടും. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഹൃദയം തുറന്ന് നമ്മുടെ കണ്ണുകളെ അടച്ച് ഒരു വാക്ക് നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. യേശുവേ, നല്ല കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് അപ്പന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. സ്വർഗീയ നല്ല പിതാവേ, പുത്രനായ യേശുവിന്റെ നാമത്തിൽ അപ്പയുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുകയാണ്. അപ്പാ, ഏഴകളാകുന്ന അടിയങ്ങളോട് കരുണ കാണിക്കണമേ ദൈവമേ. മഹാമനസ്സലിവുള്ള രക്ഷിതാവേ, ഇന്ന് രാത്രി ഈ ജനം വാഞ്ചയോടെ അപ്പയുടെ അടുക്കൽ വന്നിരിക്കുന്നല്ലോ. അങ്ങ് മനസ്സലിഞ്ഞ കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി, മുടന്തന്മാരെ എഴുന്നേൽപ്പിച്ചു, കുരുട്ട് കണ്ണുകളെ തുറന്നു, ചെകിടർക്ക് കേൾവി കൊടുത്തു, ഊമരെ സംസാരിക്കുമാറാക്കി, മരിച്ചവരെ പോലും ഉയർപ്പിച്ചു. അങ്ങയെ പോലൊരു ദൈവമില്ലപ്പോ. ഇന്ന് രാത്രി ഞങ്ങളോട് കരുണ ചെയ്യണമേ. പലവിധ രോഗത്താൽ, വ്യാധികളാൽ, ബാധകളാൽ ഭാരപ്പെടുന്നവർ, അനേക മാത്രകൾ കഴിച്ചിട്ടും മരുന്നുകൾ എടുത്തിട്ടും സുഖമില്ലാതെ വേദനപ്പെട്ടിരിക്കുന്ന ഈ ജനത്തോട് കരുണ ചെയ്യണമേ. അപ്പയുടെ നാമത്തെ എവിടെ ശക്തിയോടെ ഉയർത്തുന്നു, അവിടെ ആരെയും അങ്ങ് ലജ്ജിപ്പിച്ചിട്ടില്ലല്ലോ. ഇന്ന് രാത്രി ഈ ജനം വാഞ്ചയോടെ വന്നെങ്കിൽ അപ്പ അങ്ങയുടെ പരിശുദ്ധ ചോര ഇവരെ കഴുകട്ടെ. ഇവരിൽ കുടികയറിയ രോഗത്തിന്റെ ശക്തികളും ലൂസിഫറിന്റെ ആത്മാക്കളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ രാത്രി ഇവരെ വിട്ട് അഴിഞ്ഞു പോ. അപ്പൊ നിങ്ങളെ തൊടാൻ പോവാ, യേശുവിന്റെ കൈ നിങ്ങളുടെ മേൽ വെക്കാൻ പോവാ. ഈ സമയം യേശു നെടുകയും കുറുകയും ഇവിടെ നടക്കുക. ആ കരം നിങ്ങളെ സ്പർശിക്കുന്നത് ഞാൻ അറിയുക. ഉള്ളു തുറന്ന് പ്രാർത്ഥിച്ചു. പിതാവേ, രാത്രി ഈ ജനതയെ അങ്ങ് തൊട്ടുകൊണ്ടിരിക്കുകയാൽ സ്തോത്രം. അടഞ്ഞ കാതുകളെ ഇപ്പോൾ അവിടെ നിന്ന് തുറക്കുന്നു. റിബലഘടകം തൊണ്ടയിന്മേൽ അങ്ങയുടെ കരം വരുന്നു. സ്തോത്രം. ബന്ധിക്കപ്പെട്ട അസ്ഥികൾ യേശുവിൻ നാമത്തിൽ ഫ്രീ ആകുന്നു. അലർജി കെട്ടുകൾ അഴിഞ്ഞു പോകുന്നു. വിട്ടുമാറാത്ത മൈഗ്രെയിൻ തലവലികൾ അഴിയുന്നു. ഉദരത്തിന്റെ ബന്ധനങ്ങൾ അഴിയുന്നു. കൈകാലുകളെ കെട്ടിയ കെട്ടുകൾ ഇന്ന് രാത്രി അഴിയുകയോ. എന്റെ അപ്പ അത് ചെയ്തിരിക്കയാൽ നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ. കരമടിച്ച് 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 ദൈവത്തിന് മഹത്വം കൊടുത്തു. ശക്തിയോടെ ശക്തിയോടെ എല്ലാവർക്കും എഴുന്നേക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് ആരാധിക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് കരമടിച്ച് ആരാധിക്കാം. യേശു തൊടുകയാ. ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. മുട്ടുവിൻ തുറക്കും, സ്വർഗത്തിൽ കലവറ പ്രാപിക്കാം എത്രയോ നന്മകൾ. മുട്ടുവിൻ തുറക്കും, സ്വർഗത്തിൽ കലവറ പ്രാപിക്കാം എത്രയോ. ഓ പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാൻ കർത്താവേ, നല്ലവൻ അവൻ നല്ലവൻ. ഓഹോ പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ നല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം. ഹല്ലേലൂയ. വിടുതൽ എന്നും പ്രാപിക്കാം. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ നല്ലവൻ. ഓഹോ പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ നല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം. ഓഹോ വിടുതൽ എന്നും പ്രാപിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. വേഗം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാം നൽകിയിടും. വേഗം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. ഓ പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാൻ കർത്താവേ, നല്ലവൻ അവൻ നല്ലവൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ നല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം. വിടുതൽ എന്നും പ്രാപിക്കാം. പ്രാർത്ഥിക്കാം, ആത്മാവിൽ പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ നല്ലവൻ. ഓഹോ പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ നല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം. ഹല്ലേലൂയ. വിടുതൽ
എന്നും പ്രാപിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്ക് സൗഖ്യത. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്ക്. ഓ പ്രാർത്ഥിക്കാം, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ നല്ലവൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ നല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം. ഹല്ലേലൂയ. വിടുതൽ എന്നും പ്രാപിക്കാം. പ്രാർത്ഥിക്കാം, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം. ഹല്ലേലൂയ. വിടുതൽ എന്നും പ്രാപിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, വിടുതൽ. ആരാധിക്കുമ്പോൾ സൗഖ്യം, സൗഖ്യം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. വേഗം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. വേഗം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം, വിടുതൽ എന്നും പ്രാപിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്ക് സൗഖ്യത. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്ക് സൗഖ്യത. പ്രാർത്ഥിക്കാം, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം. ഹല്ലേലൂയ. വിടുതൽ എന്നും പ്രാപിക്കാം. പ്രാർത്ഥിക്കാം, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം. ഹല്ലേലൂയ. വിടുതൽ എന്നും പ്രാപിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, വിടുതൽ. ആരാധിക്കുമ്പോൾ സൗഖ്യം, സൗഖ്യം. ആരാധിക്കുമ്പോൾ വിടുതൽ, വിടുതൽ. ആരാധിക്കുമ്പോൾ സൗഖ്യം, സൗഖ്യം. വേഗം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. വേഗം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. ഓഹോ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം. ഹല്ലേലൂയ. വിടുതൽ എന്നും പ്രാപിക്കാം. യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. മുട്ടുവിൻ തുറക്കും സ്വർഗത്തിൻ കലവറ, പ്രാപിക്കാം എത്രയോ നന്മകൾ. മുട്ടുവിൻ തുറക്കും സ്വർഗത്തിൻ കലവറ, പ്രാപിക്കാം എത്രയോ. ഓ പ്രാർത്ഥിക്കാം, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം. ഹല്ലേലൂയ. വിടുതൽ എന്നും പ്രാപിക്കാം. പ്രാർത്ഥിക്കാം, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കാം, ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. വിടുതൽ എന്നും പ്രാപിക്കാം. വിടുതൽ എന്നും പ്രാപിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. സമാധാന സന്തോഷം ദാനമായി
പുതുതായി നാമം നൽകി പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്താവേ നല്ലവൻ അവൻ നല്ലവൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്താവേ നല്ലവൻ അവൻ നല്ലവൻ വിടുതൽ എന്നും പ്രാപിക്കാം ഹല്ലേലൂയ വിടുതൽ എന്നും പ്രാപിക്കാം വിടുതൽ എന്നും പ്രാപിക്കാം ഹല്ലേലൂയ വിടുതൽ എന്നും പ്രാപിക്കാം ഓ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്താവേ നല്ലവൻ അവൻ നല്ലവൻ ഹല്ലേലൂയ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്താവേ നല്ലവൻ അവൻ നല്ലവൻ വിടുതൽ എന്നും പ്രാപിക്കാം ഹല്ലേലൂയ വിടുതൽ എന്നും പ്രാപിക്കാം പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്താവേ നല്ലവൻ അവൻ നല്ലവൻ ഓഹോ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്താവേ നല്ലവൻ അവൻ നല്ലവൻ ഓ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്താവേ നല്ലവൻ അവൻ നല്ലവൻ ഓ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്താവേ നല്ലവൻ അവൻ നല്ലവൻ വിടുതൽ എന്നും പ്രാപിക്കാം വിടുതൽ എന്നും പ്രാപിക്കാം വിടുതൽ എന്നും പ്രാപിക്കാം വിടുതൽ എന്നും പ്രാപിക്കാം Yes Lord Yes Lord ഉറക്ക വിളിച്ചു Yes Lord യേശു നിന്നെ തൊടുകയാ യേശുവേ കയറുകൾ അഴിയുകയാ യേശുവേ യേശുവിന്റെ അടിപ്പിണരാ യേശുവേ സൗഖ്യം യേശുവേ സൗഖ്യം യേശുവേ കെട്ടുകൾ അഴിയുന്നു ബന്ധനങ്ങൾ അഴിയുന്നു ഓ ജീസസ് Jesus ഇന്ന് രാത്രി ജനം വിടുതലാകുക Amen ഇവർ സൗഖ്യമാകട്ടെ Amen നന്ദി അപ്പാ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ നല്ലവൻ അവൻ വല്ലവൻ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ നല്ലവൻ അവൻ വല്ലവൻ വിടുതൽ എന്നും പ്രാപിക്കാം താങ്ക് യു ഹോളി സ്പിരിറ്റ് വിടുതൽ എന്നും പ്രാപിക്കാം വിടുതൽ എന്നും വിടുതൽ എന്നും പ്രാപിക്കാം സ്വർഗത്തിലെ നല്ല പിതാവേ ഇന്ന് രാത്രി മക്കളെ തൊട്ട് കഴിഞ്ഞിരിക്കയാൽ സ്തോത്രം ആമേൻ